ഇന്ന് രാത്രി വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെടുത്ത. കഴിഞ്ഞ രാത്രിയില് 2 രാത്രികളിലും ശ്രേഷ്ഠരായ ദൈവദാസന്മാർ നന്നായിട്ട് സുവിശേഷം അറിയിച്ചുവെന്ന് അറിയാം. ദൈവത്തിന് മഹത്വം. എങ്കിലും ഇത് സുവിശേഷ യോഗമായതുകൊണ്ട് ചില കാര്യങ്ങൾ സുവിശേഷത്തെ പറ്റി ലളിതമായിട്ട്, അത് ഞാൻ ഈ ദിവസങ്ങളിൽ പോകുന്നിടത്തല്ല ആദ്യത്തെ ഒരു അല്പസമയങ്ങൾ ലളിതമായിട്ട് ഒന്ന് പറയാറുണ്ട്. ദൈവത്തിന് മഹത്വം. കർത്താവ് അതിനെ നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ശബ്ദപരിധി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുകയും ഈ ശുശ്രൂഷകൾ അവർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം. എന്താണ് സുവിശേഷം? ആ സുവിശേഷം മതം മാറ്റുകയോ സഭ മാറ്റുകയോ സംഘടന മാറ്റുകയല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് ആ കാര്യം തിമോഥെയോസിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിവുള്ള വാക്യമായതുകൊണ്ട് റെഫറൻസ് പറയുണ്ടല്ലോ, അറിയാമല്ലോ. ദാവീദിന്റെ സന്തതിയായി, ദൈവദാസി വായിച്ചാട്ടെ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു സുവിശേഷം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? ഇപ്പം നിങ്ങള് ചിറ്റാറുകാരും പെന്തിക്കോസുകാരും ഓർക്കും ഇത് പറയാനാണോ ഓടി വന്നെന്ന്. ഇതാ പറയേണ്ടത്. കർത്താവിന് മഹത്വം. നിങ്ങളോട് ഇതല്ല പറയേണ്ടത്, നിങ്ങൾക്ക് ഞാൻ വേറെ തരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. അപ്പൊ ഇത് സുവിശേഷ യോഗമായതുകൊണ്ട് ആദ്യം ഇത് പറയണമല്ലോ. എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തുവ. അപ്പൊ സുവിശേഷം മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, നാട്ടുകാരെ കിടത്തിപ്പുറപ്പിക്കാത്തതല്ല, ബഹളവും ഓളവും ഉണ്ടാക്കുക, റോഡ് തടയുക, വണ്ടി തിരിച്ചു വിടുക, ഇതൊന്നുമല്ല സുവിശേഷം. സ്തോത്രം. വഴി ബ്ലോക്ക് ചെയ്യുക, പിന്നെ നമ്മൾ വണ്ടിയെ വരുമ്പം അതൊന്നുമല്ല സുവിശേഷം. ഈ വടിവാള് കറക്കി മതത്തിൽ കയറ്റുകയല്ല സുവിശേഷം. ഭീഷണിപ്പെടുത്തി ഇതിനകത്ത് ആളെ കൂട്ടുകയല്ല. ഇത് ഭീഷണിയുടെ മാർഗമൊന്നുമല്ല. വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ, ആർക്കും പിടികിട്ടാത്ത കാര്യമൊന്നും അല്ലല്ലോ പറയുന്നേ. ചിലയിടങ്ങളിൽ ചെന്ന എല്ലാവർക്കും ഒന്നും പിടികിട്ടുന്നില്ല, അതുങ്ങളിങ്ങനെ നോക്കിയിരിക്കുക എന്നാ പറയുന്നത്. അപ്പൊ ഇത് വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായിട്ടാണ്. അത് ഈ മനസ്സിലാകുന്നത് കൊണ്ടാണ് പ്രശ്നമുള്ളത്. മനസ്സിലാകാതെ നമ്മളിവിടെ നിന്ന് പറയുകയായിരുന്നേ ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളെ അവിടെ കിടന്ന് വെച്ച് ഉണ്ടാക്കിച്ച് പൊക്കോളും. അപ്പൊ ഇത് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായിട്ടാണ് പറയുന്നത്. അപ്പോൾ സുവിശേഷം. അപ്പോൾ ഓർപ്പിക്കട്ടെ, ഇത് മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, ആളെ കൂട്ടുകല്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആള് എന്നാ മോനെ ഈ മൈക്കാന്നോ? അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ചിട്ട് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, ചേർത്ത് പറയുക ഉയർത്തെഴുന്നേറ്റെന്ന്. അങ്ങനെയുള്ള ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. ഇവിടെ വന്ന സകല ആൾക്കാരും ജനിച്ച് മരിച്ചിട്ട് ഫുൾ സ്റ്റോപ്പാ. പിന്നെ ഒന്നും കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല, കൊണ്ട് അടങ്ങി, അതോടങ്ങ് അടങ്ങി. എന്നാൽ യേശുക്രിസ്തു അങ്ങനല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു, കല്ലറ തുറന്നു വൻ വൈരിയെ തകർത്തു, വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ, നിരന്തരം വന്ദനം ചെയ്തിടുവേ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ. മനുസൂദനെ മനുസൂദനെ രാജസ്വമാനിതനെ രാജസ്വമാനിതനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ, നിരന്തരം വന്ദനം ചെയ്തിടുവേ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ. മഹത്വം കൊടുക്കാം. അപ്പോൾ സുവിശേഷം അത് ഒരു വ്യക്തിയാണ്, മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ വിശേഷത ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാ, ഇന്നും ജീവിക്കുന്നു. ഓടിച്ചു പറയാം, എന്തിനാണ് ഈ സുവിശേഷം? എന്തിനാ സുവിശേഷം?
സ്വോത്രകാഴ്ച എടുക്കാനല്ല. അതിപ്പോൾ ഇവിടെ ഇച്ചിരി പരുവക്കേടായതുകൊണ്ട് ഇടയ്ക്കെടുക്കാൻ ജൻസനോട് പറഞ്ഞു നന്നായിട്ട് പറഞ്ഞേക്കണമെന്ന്. നന്നായിട്ട് അതൊന്ന് ഞാൻ പറയത്തില്ല, തരേണ്ടവനൊക്കെ തന്നോളൂ. സ്തോത്രം. എല്ലാം എൻ്റെ പരുവത്തിന് നടക്കും. ഇടയ്ക്കെടുക്കുന്നതിൻ്റെ ഉദ്ദേശം 10 രൂപ കൊണ്ട് കൂടുതൽ കിട്ടുമെന്ന് ഓർത്താ. ഇതിപ്പം ആദ്യം എടുത്താലും ഒടുവിലെടുത്താലും ഇടയ്ക്കെടുത്താലും കിട്ടേണ്ടതൊക്കെ കിട്ടും. നടക്കേണ്ടതുപോലെ കാര്യം തന്നെ. ഒറ്റ ഒരുത്തിന് വട്ടളകിയാൽ പോരെ. അവന് നിങ്ങൾ മുഴുവൻ ചെലവ് ഞാൻ എടുക്കുകയെന്ന് അങ്ങനെയുള്ള കാര്യമുള്ളൂ. ദൈവം തമ്പുരാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളെങ്ങനെ അറിയുന്നത്? അത് കഴിയുമ്പോൾ അവൻ്റെ കാര്യം നേരെയാകുകയും ചെയ്യണം. മറ്റിളകി നിൽക്കരുത്. കഴിയുമ്പോൾ അവൻ നേരെയാകണം. എന്നാലും ഒരു ഇളക്കം ഉണ്ടായാൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വേലയൊക്കെ ദൈവത്തിൻ്റെതൊക്കെ എൻ്റെ പരുവത്തിന് ദൈവം ചെയ്തോളും. ഞാൻ കൺവെൻഷൻ നടത്തുമ്പോൾ സ്വോത്രകാഴ്ച എടുക്കുകയില്ല. അപ്പം നിങ്ങൾ പറയും കോടിക്കണക്കിനുണ്ടെന്ന്. അത് ദൈവം അറിയുന്നു. ഇടയാ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുതരും. അത് അനുഭവിക്കുന്നയാളാ, വിശ്വസിക്കുന്നയാളാ, അതങ്ങനെ തന്നെ സംഭവിക്കും. ഇടിക്കാത്ത റോഹിച്ചനോട് ഇടപെട്ടാ പോരെ? ഒരാളോട് ദൈവം ഇടപെട്ടാ പോരെ? ദൈവം അത്ഭുതം ചെയ്യുമെന്നായി പറഞ്ഞത്. സ്തോത്രം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ വൈദ്യപ്പിഴപ്പിനല്ല, സ്വോത്രകാഴ്ച എടുക്കാൻ വേണ്ടിയല്ല. സുവിശേഷമേ, സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാനാ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ചു. അറിവുള്ള വാക്യം എങ്കിലും വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും സ്പീഡിലും വായിക്കണം. ഒരു നല്ല നന്നായിട്ട് വായിക്കുന്നുണ്ട്, തെറ്റുന്നൊന്നുമില്ല. എങ്കിലും ഒരു ആക്കം ഉണ്ടാകണമല്ലോ. വായിച്ചോ, സുവിശേഷമല്ലേ, അതുകൊണ്ട് ആക്കത്തിൽ വായിച്ചു. ഈ ലോകത്തിൽ സുബോധത്തോടും സകല മനുഷ്യർക്കും നമ്മുടെ ആളാണോ? നമ്മുടെ ആളാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു വരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. വിസ്തരിക്കുന്നില്ല, വാക്യങ്ങൾ എടുത്ത് വിശകലനം ചെയ്യുന്നില്ല. അതിന് പ്രധാനമായ പദം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യൻ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒരേ ഒരു വ്യക്തി, നസറായനാകുന്ന യേശുക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴി യേശുക്രിസ്തു മാത്രം. സ്തോത്രം. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല. രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല. രക്ഷകനേശു താൻ വഴിയേ. വരുവീ ഈ നല്ല സമയം വൃഥാവാകാതെ എന്നെ യേശു വിളിച്ചിരുന്നു. വരുവീ. അറിയാവുന്ന വാക്കാ, ചേർന്ന് പാടും. വൃഥാവാകാതെ നിന്നെ യേശു വിളിച്ചിരുന്നു. വനത്തിൻ കീഴിൽ
ആരംഭത്തിൽ ലളിതമായി ഇതൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അവരത് പരാമർശിച്ചു. അവര് ഈ പരസ്യോഗത്തിനൊക്കെ നന്നായിട്ട് പറയുന്നവരായതുകൊണ്ട് ഞാൻ പറയുന്നതിലും നന്നായിട്ട് അവര് പറയുന്നതാ നല്ലതും ഒക്കുന്നതും അതാ. സ്തോത്രം. എനിക്ക് പിന്നെ വേറൊരു രീതിയാ, അത് ഇച്ചിരി കഴിയുമ്പോ കാണാം. അപ്പൊ എന്തായാലും സുവിശേഷം അത് ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. എന്തിനായി സുവിശേഷം? കേട്ടല്ലോ, സകല മനുഷ്യരും രക്ഷിക്കപ്പെടാൻ. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ശബ്ദപരിധികൾ കേൾക്കുന്നവർ, സമീപവാസികൾ, ഈ ചിറ്റാറ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വടശ്ശേരിക്കര മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ പിന്നെ ബൗണ്ടറി, പിന്നെ ഒരു പാറയുണ്ടല്ലോ വേഴുംപാറ, ബ്രദറുമുക്ക്, അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിറ്റാറ്, അപ്പുറം മീൻകുഴി, വയ്യാറ്റുപുഴ, നീലിവിലാവ് മുഴുവനെണ്ണു, ആങ്ങമൊഴി, ഉണ്ടമ്പാറ, സീതത്തോട്, സീതക്കുഴി. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അപ്പുറത്തെ ഒരു സ്ഥലമുണ്ടല്ലോ കപ്പക്കാടോ, ഒക്കെ എനിക്കറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സകല മനുഷ്യരും രക്ഷപ്പെടണം. ആനപ്പാറ അല്ല, ജനസോടെ അമ്മയുടെ വീട് അവിടെ ആനപ്പാറയല്ലേ? പഴയ ബ്രദറുകാരാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സകല മനുഷ്യരും രക്ഷപ്പെടണം. അതാ അവിടെ എഴുതിയിരിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. സ്തോത്രം. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? ആരാ കേൾക്കണ്ടേ? കത്തോലിക്കര് മാത്രം കേട്ടാ പോരാ, യാക്കോബക്കാര് മാത്രം കേട്ടാ പോരാ, പെന്തിക്കോസുകാര് മാത്രം കേട്ടാ പോരാ, ബ്രദറുകാര് മാത്രം കേട്ടാ പോരാ, ക്രൈസ്തവ വിഭാഗങ്ങൾ മാത്രം കേട്ടാ പോരാ. പിന്നെ ആരാ കേൾക്കേണ്ടത്? 49-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം വായിച്ച ആരാ ഇത് കേൾക്കേണ്ടത്? ആരൊക്കെയാ കേൾക്കേണ്ടത്? വായിച്ചേ, സങ്കീർത്തനം 49-ന്റെ പ്രാരംഭ വാക്യം വായിക്കാം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എല്ലാവരും ഇത് കേൾക്കണം. സകല ജാതികളും ഇത് കേൾക്കണം. ദൈവത്തിന് മഹത്വം. മനുഷ്യൻ ആ ജാതിയെല്ലാം, ജാതി സ്പർദ്ധയും ജാതിയൊക്കെ ഇപ്പത്താണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാ. രണ്ട് സംഘടനയിലെ ആൾക്കാർ തമ്മിൽ അങ്ങ് കൊമ്പ് കോർക്കുന്നത് പോലെ എനിക്ക് അങ്ങ് തോന്നുക. സ്തോത്രം. ജാതി സ്പർദ്ധ ഇത് പാടില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. എല്ലാ വ്യക്തിക്കും അവരുടെ വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വത്തെ ഹനിക്കരുത്. ഞാനെപ്പോഴും പറയും, ഭിക്ഷയെടുക്കുന്നവൻ അവന്റെ സാഹചര്യം കൊണ്ടാ ഭിക്ഷയെടുക്കുന്ന, പക്ഷെ അവനും വ്യക്തിത്വമുണ്ട്. അവനെ ആക്ഷേപിക്കരുത്. അവനെ കാണുമ്പോ കാർക്കിച്ച് തുപ്പരുത്. നിന്റെ കയ്യിലുണ്ടെങ്കിൽ അവന് ഭിക്ഷ കൊടുക്കണം. ഭിക്ഷ കൊടുക്കാത്ത പെന്തിക്കോസുകാരുമുണ്ട്. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ഗേറ്റ് എഴുതി വെച്ചിരിക്കുക. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ഒരു കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കണം. എല്ലാവരും അങ്ങോട്ടും ചെല്ലുകയില്ലല്ലോ. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. നേരത്തെ നാമം ജപിച്ചപ്പോ ചൊല്ലിയിട്ടുണ്ട്, ഹൈന്ദവരായ സ്നേഹിതർക്കറിയാം, അന്യർക്ക് ഗുണം ചെയ്വതിന് ആയുസ്. അങ്ങനെ അന്യർക്ക് ഗുണം ചെയ്വതിന് ആയുസും ചൊല്ലിയിട്ടില്ലേ ചിലര്? അതെല്ലാം ബന്ധനമാണല്ലോ അല്ലേ? അന്യർക്കു ഗുണം ചെയ്വതിനായുസ് കേട്ടിട്ടില്ലേ? മറ്റുള്ളവർക്ക് ഗുണകരമായി ജീവിക്കണം. പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. അപ്പച്ചൻ ചോദിക്കുന്നത് എവിടത്തെയാന്ന്, അപ്പച്ചൻ മറ്റേ അച്ഛനോട് ചോദിക്കുന്നത് ഏതാന്ന്. ഞാൻ കണ്ടു. ഞാൻ യോഗം കഴിഞ്ഞ് പറയാന്ന് പറ. അച്ഛാ, ഞാൻ യോഗം കഴിഞ്ഞ് പറയാം. യോഗം കഴിഞ്ഞ് അതെ. തീത്തോസ് 2-ാം അധ്യായത്തിന്റെ 11-12 ഒന്ന് വായിച്ചു കൊടുത്തേര്. സഹോദരിച്ചോട് ആക്കത്തിലൊന്ന് വായിച്ചു. അച്ഛനൊന്ന് കേക്കട്ടെ. 11-ന്റെ 2-11-12. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും രക്ഷപ്പെടണം. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവർത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, മാമൂല് കൊണ്ടോ, ക്രിസ്തീയ
വലിയ കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞത് കൊണ്ടോ, പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, കുരിശുംതൊട്ടി പണിത് കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് കോളിന് സ്ഥലം കൊടുത്തത് കൊണ്ടോ, ഇപ്പം എരിക്കാത്ത റോയിച്ചൻ ഉദ്ദേശി അല്ല പറയുന്നത്, കൺവെൻഷന് സ്ഥലം കൊടുത്തത് കൊണ്ടോ, അവൻ 10 പേർക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ടോ, സ്വോത്രകാഴ്ച കൊടുത്തത് കൊണ്ടോ, സഭ 2 പാൻ മേടിച്ചിട്ടത് കൊണ്ടോ, പള്ളി മതില് പൊളിച്ചാച്ച് നന്നായിട്ട് കെട്ടിക്കൊടുത്തത് കൊണ്ടോ, അച്ഛന് ലോകായ്ക്ക് തുണി മേടിച്ചത് കൊടുത്തുകൊണ്ടോ, പാസ്റ്റർമാർക്ക് 2 ഷർട്ട് മേടിച്ചത് കൊണ്ടൊന്നും നീ സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഏതായാലും അപ്പച്ചനത് വീണ്ടും ചോദിച്ചത് കൊണ്ട് എനിക്ക് ഒന്നുകൂടെ പറയാൻ ഇടയായി. ദൈവത്തിന് മഹത്വം. ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചൻ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കും. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പച്ചനെ ദൈവം കൊണ്ടുവന്നതാ. അപ്പോൾ ശ്രദ്ധിക്കുക, അവൻ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? അതാ 49 ഒന്നുകൂടെ വായിച്ചേ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. ദൈവരാശിക്ക് അവിടെ ഇരുന്ന് വായിക്കാൻ വെട്ടമുണ്ടോ? വെട്ടം കുറവാന്ന് എനിക്ക് തോന്നുന്നു. വെട്ടമുണ്ടോ? അതോ ഇവിടെ വന്നിരിക്കുന്നു? അവരെനിക്ക് വേണ്ടപ്പെട്ടതാ. കർത്തദാസൻ വയനാട്ടിൽ ചെന്നപ്പോ എനിക്ക് ഭക്ഷണമൊക്കെ തന്നതാ. അതൊക്കെ ഞാൻ മറന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ സകല ജാതികളും ഇത് കേൾക്കണം. മനുഷ്യനായി ജാതി സ്പർദ്ധയൊക്കെ ഉണ്ടാക്കിയത്. അത് ജാതി സ്പർദ്ധ ഇപ്പോഴും ഉണ്ടല്ലോ. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവരിച്ചിരി കുറഞ്ഞതാ. ഇപ്പോഴും ചില വീട്ടിൽ ചിലരെ കയറ്റിയാലും ഒക്കെ അതിനൊക്കെ ഉണ്ട്. ഇവര് കയറുകയില്ല, മറ്റവര് കയറ്റുകയില്ല. അഥവാ ഇവര് കയറ്റുകയും മറ്റവര് കയറിയാലും ഒരു, എന്റെ ഭാഷ പറഞ്ഞാൽ പമ്മിയെ നിൽക്കുകയുള്ളൂ. അതെ, ഇപ്പോഴും ഉണ്ട്. ഭക്ഷണം കൊടുക്കുന്നതിനുമൊക്കെ വ്യത്യാസമുണ്ട്. ചിലര് മാന്യമായിട്ടൊക്കെ ഇടപെടും. ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പം വണ്ടി ഓടിക്കുന്ന സഹോദരന്മാര് കാണും. ചിലപ്പോൾ സഭയിലെ സഹോദരന്മാരാ, ചിലപ്പോൾ ഷിബു പാസ്റ്ററാ, ചിലപ്പം വേറെ സഹോദരൻ. എന്നാലും ചിലര് വേറെ കൃത്യം കാണിക്കുന്ന ഞാൻ കാണി. എൻ്റെ അടുക്ക നടക്കുകയല്ല. ചില ഡ്രൈവർ എന്ത്? ഞാൻ പറഞ്ഞു ഡ്രൈവർ ഇല്ല. പിന്നെ എങ്ങനെ വന്നു? പിന്നെ വണ്ടിയെ വന്നു. പിന്നെ ഡ്രൈവർ ഇല്ല, നമ്മുടെ ഒരു സഹോദരനാന്ന് പറഞ്ഞു. വണ്ടി ഓടിക്കുന്ന ആള് ഡ്രൈവറാ, അത് ശരി. ഉണ്ടല്ലോ ഇല്ലേ? പെന്തിക്കോസുകാരുടെ ഇടയിലും ഉണ്ട്. ഇങ്ങനെ ഗ്ലോറി പറഞ്ഞ് പടലി വിറപ്പിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. ഇതൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാ, പടലി വിറയ്ക്കുന്നതൊക്കെ ഉണ്ടെന്ന്. ഒരു സഭയെ തന്നെ കൂടിയാ കൈ കൊടുക്കാത്തവരില്ലേ? ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകാത്തവരുണ്ടല്ലോ. ഇനി പ്രാർത്ഥന വെച്ച് അവിടുന്ന് ഭക്ഷണം കൊടുത്താൽ കഴിക്കാത്തവരും. അന്നൊരു പ്രത്യേക ഉപവാസമാണ്. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലണം, നല്ല പെരുക്കുന്ന കാണാം. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഞാനൊന്നും അധികം ആ ഭാഗത്തേക്ക് പോകുന്നില്ല. വെറുതെ എന്തിനാ കൺവെൻഷന്റെ ഒടുവിലത്തെ ദിവസം അലോഗ്യം ഉണ്ടാക്കി പിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഇച്ചിരി കൂടിയത്, അവർ കുറഞ്ഞതാണ്. വേദപുസ്തകത്തിന്റെ പ്രമാണം പറയാം, ഒരുത്തനിൽ നിന്ന് ആ സകല മനുഷ്യനും ഈ ഭൂമിയിലായിരിക്കുന്നത്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കിയെന്ന. എല്ലാം ഒറ്റയൊരുത്തന്റെയാ. പിന്നെ ചിലക്ക് ഇച്ചിരി കാശുണ്ട്, ചിലർക്ക് ഇച്ചിരി കളറുണ്ട്, ചിലക്ക് ഇച്ചിരി ചുറ്റുപാടുണ്ട്. അതൊക്കെ സാഹചര്യവും സാമർഥ്യവും ഒക്കെ അനുസരിച്ചാണല്ലോ. ദൈവത്തിന്റെ മഹത്വം. ആ ഭാഗത്തേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. ഈ നേരായ മാർഗത്തിൽ സമ്പാദിച്ച് ഒരു വിരളം ആൾക്കാരാ. മിക്കവരും ഇത് സൂത്രത്തിലും ചതിയിലും ഉണ്ടാക്കിയവരുണ്ട്. മിക്കവരും ഉണ്ട്. എനിക്ക് ചിലരെ അറിയാം, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കും അറിയാം. അറബിയെ കളിപ്പിച്ച് അവിടുന്ന് മുങ്ങിയ ബിരുദന്മാരുണ്ട്. അറബി ഇപ്പം ദരിദ്രകോലമായിട്ടിരിക്കുക. യവൻ അവിടുന്ന് പിന്നെ കല്യാണ സർട്ടിഫിക്കറ്റ് കൊടുത്താ അത് ജോലിക്ക് കയറിയത്. ഈ ഇതുണ്ടല്ലോ കാർഡ്, കല്യാണത്തിന്റെ കല്യാണക്കുറി. ഒരാളെ പറ്റി ഒരാൾ പറഞ്ഞതാ, എവിടാന്നൊന്നും ചോദിക്കരുത്. അങ്ങനെ അറബിക്ക് അന്ന് എടുത്ത മാനിയൊന്നും അറിയത്തില്ല. അപ്പൊ സർട്ടിഫിക്കറ്റ് പഠിച്ചതിന്റെ കല്യാണക്കുറി എടുത്തു കൊടുത്തു. നോക്കിയപ്പോ ഗിൽറ്റും എല്ലാം വെച്ചു. ഒരുത്തിനോട് ചോദിച്ചു, ഏത് യൂണിവേഴ്സിറ്റി? കുമ്പനാട് യൂണിവേഴ്സിറ്റി പറഞ്ഞു. കുമ്പനാട് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്. ഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് കേട്ടിട്ടുണ്ട്. കേരള അല്ലേ യൂണിവേഴ്സിറ്റി ഉണ്ട്. കുമ്പനാട് യൂണിവേഴ്സിറ്റി ഇനി എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല.
അങ്ങനെയൊക്കെ കയറി സൂത്രത്തിൽ എല്ലാവരുടെയും കാര്യമല്ല, ചിലർ കയറി അറബിയെ കമത്തി അടിച്ച് അവിടുന്ന് മുങ്ങി. ഇപ്പൊ ഒക്കത്തില്ല, ലോകത്തിന്റെ എവിടെ പോയിരുന്നാലും പോക്കും, അത് വേറെ വിഷയം. പണ്ട് കാലത്തെ അങ്ങനെയൊക്കെ സൂത്രത്തിൽ സമ്പാദിച്ച ആൾക്കാരുണ്ട്. ഉണ്ട്. സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ട ഓഹരി കൊടുക്കാൻ അവരെ സൂത്രത്തിൽ ഒതുക്കിയ വസ്തു കൈക്കലാക്കിയ ബിരുദന്മാരും ഉണ്ട്. അപ്പം ജാഗാറെ കിടന്നപ്പോ ഒരു പ്രത്യേക പ്രേമോ സ്നേഹമോ അപ്പനോട് ബിസ്ക്കറ്റ് പാലിനകത്ത് മുക്കി അപ്പന് കൊടുത്ത് തള്ളവരിൽ അമുക്കി വിലയാപീസിൽ പോയി നേടും. പക്ഷെ നിനക്കും നിന്റെ സന്തതിക്കും ശുഭം വരികയല്ല. നിന്റെ കൈ വെടിപ്പായിരിക്കണം. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ സഹോദരങ്ങൾക്കോ വേണ്ടപ്പെട്ടവർക്കോ കൊടുക്കാനുള്ളത് ഞാൻ കൃത്യത്തിന് കൊടുത്തില്ലെങ്കിൽ അത് ഉതകുകയല്ലെന്നായി പറഞ്ഞു. അതിന് ഇതെല്ലാം ചതിച്ച് മേടിച്ച ചുവാസ പ്രാർത്ഥന വെച്ചാലൊന്നും നടക്കുകയല്ല. ഒരു രക്ഷയില്ല, ഒരു രക്ഷ. പാസ്റ്റർമാര് ബന്ധപ്പെട്ട ഇന്ന് രാത്രി ഒരു വിടുതല, നാളെ അവന് കാജടിച്ചോണ്ട് പോകാനാ. അങ്ങനെ വിടുതൽ പറഞ്ഞെങ്കിലേ കുഞ്ഞുഞ്ഞമ്മ ഇളകുള്ളൂ. കുഞ്ഞുഞ്ഞമ്മ ഇളകിയാലേ കാശ് ഇളകുള്ളൂ. അല്ല ബേബി ഇരുന്ന് ഇളകിയാലൊന്നും കാശ് ഇളകിയാൽ കുഞ്ഞുഞ്ഞമ്മ ഇളകണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം നീതിയോട് ന്യായത്തോട് നടക്കണം. കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതിയാ. നീതിക്കായി മിശിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. എഴുന്നു ശോഭിപ്പി ദീപം തെളിയിപ്പി, പറന്നു പോവാൻ കാലം ഏറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. ഓ നിൻകിരീടമാരുമേ ൂത്തിടാതെ സൂക്ഷിക്ക, ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാക്കുക. നിൻകിരീടമാരുമേ ൂത്തിടാതെ സൂക്ഷിക്ക, ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാക്കുക. എഴുന്നു ശോഭിപ്പേ ദീപം തെളിയിപ്പി, പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം നീതിയുള്ള ന്യായാധിപതിയാ, നീതിയോടെ വിധിക്കും. അതുകൊണ്ട് കയ്യിൽ അകൃത്യമൊന്നും കരുതരുത്. കൈ മലർത്തുമ്പോ ഇത് വെടിപ്പായിരിക്കണം. മറ്റുള്ളവനെ ചതിക്കരുത്, വഞ്ചിക്കരുത്, ഉപദ്രവിക്കരുത്, എളിയവനെ പീഡിപ്പിക്കരുതെന്ന. എളിയവനെ ആമോസ് 4:1 വായിച്ചേ, പെട്ടെന്ന് വായിച്ചോ. എന്റെ വിഷയമല്ലെങ്കിൽ ഇടയ്ക്ക് കയറി വന്നത് കൊണ്ടെന്ന് വായിച്ചു വിട്ടേര്. പെട്ടെന്ന് ആമോസ്. എളിയവരെ പീഡിപ്പിക്കുകയും എളിയവരെ പീഡിപ്പിക്കരുത്, എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ ഞങ്ങൾ കുടിക്കട്ടെ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറഞ്ഞ ശമരിയ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ എന്നാ. അപ്പൊ മതി അത് പ്രസംഗിച്ച സഹോദരിമാരെല്ലാം ഇന്ന് എഴുന്നേറ്റ് പോവും, ഞങ്ങൾ പോവാന്ന് പറയും. അതുകൊണ്ട് അത് പ്രസംഗിക്കുന്നില്ല, വായിച്ചു വിട്ടാൽ മതി. അപ്പോൾ നീതിയോടും ന്യായത്തോടും വേണം ഇടപെടാൻ. കൈയൊക്കെ വെടിപ്പായിരിക്കണം. ആട്ടെ, ജാതി സ്പർദ്ധ അത് കൊള്ളുകയല്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്. ഒരുത്തൻ ഭിക്ഷയെടുക്കുക, അവന്റെ സാഹചര്യം കൊണ്ടാ ഭിക്ഷയെടുക്കുന്ന. അവനെ ആക്ഷേപിക്കരുത്. നിനക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടേ കൊടുക്കുക, പക്ഷെ അവനെ ആക്ഷേപിക്കരുത്. ഭിക്ഷയെടുക്കുന്നത് മാന്യമാ. കാരണം ചോദിക്കുകയല്ലേ, പോക്കറ്റ് അടിക്കുകയല്ലല്ലോ. കുംഭകോണം നടത്തുകയാണോ? എടാ, കുംഭകോണം നടത്തുന്ന മന്ത്രിയെക്കാളും നല്ല മനുഷ്യനാ ഭിക്ഷ എടുക്കുന്നവൻ. അവൻ വന്ന് ചോദിക്കുക തരാൻ. മറ്റവൻ അങ്ങനാണോ? അടിച്ചു മാറ്റി അവന്റെ 5 തലമുറയ്ക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുക. നമ്മൾ കാണുമ്പോൾ നല്ല വെള്ളയും ഇട്ട് നല്ല മിടുക്കനായിട്ട് കാറെ വന്ന് ഇറങ്ങുന്നു. ഭിക്ഷക്കാരനതല്ല, പക്ഷെ അവനേക്കാൾ അന്തസ്സുള്ളത് ഭിക്ഷക്കാരനാ, അടിച്ചു മാറ്റുന്നവനേക്കാളും. എല്ലാവർക്കും അവന്റെ വ്യക്തിത്വമുണ്ട്, മനസ്സിലായോ? ആക്ഷേപിക്കരുത്. ചില ആൾക്കാർ ആക്ഷേപിക്കുന്നത്, ഈ പ്രാർത്ഥിക്കുന്നവരും അങ്ങനെ ആക്ഷേപിക്കും. നമ്മൾ ചോദിക്കല്ലേ, ആ സഹോദരി നിങ്ങളുടെ സഭയിലാണ്? ഞങ്ങളുടെ സഭയില. എന്ത് ജോലി? തേച്ച് മഴക്ക. അതിന് അന്തസ് കുറഞ്ഞതാണ്. അന്തസ്സുള്ള പണിയാ. പാത്രം കഴുകാത്ത നിന്നേലും നല്ലതല്ലയോ പാത്രം കഴുകുന്ന മേരി? ഇല്ലേ? നിങ്ങൾ പറ. നീ കഴിച്ചേച്ച് നിന്റെ പാത്രത്തിൽ തൊടാനും ഒക്കെ അല്ലെങ്കിൽ ചുമ്മാ പന്നി തിന്നും പോലിരുന്ന് അങ്ങ് തിന്നും. വിരലിടയിൽ കൂടെ ചാടിയ പാത്രം പിന്നിലെ ചട്ടുകം കൊണ്ടുവല്ലോ തൊടാനൊക്കത്തില്ല. അതുപോലെ കുഴച്ച് അളിച്ച് ആരാ അത് എടുക്കുന്നത്? അപ്പൊ അതെല്ലാം വൃത്തിയാക്കി കഴുകുന്ന ആ സഹോദരി ആ മാന്യത. ആക്ഷേപിക്കരുത്.
ചെല്ലു പറയത്തില്ലേ, ഇങ്ങനെ വീടുകളിൽ കയറി ജോലി ചെയ്യുക, ജോലി ചെയ്തല്ലേ അധ്വാനിച്ച് ജീവിക്കുകയല്ലേ, അതിന് അന്തസ്സുണ്ട് ഉണ്ടെന്ന്. ഒരു പണിയും ചെയ്യാതിരിക്കുന്ന നിന്നിൽ നല്ലതാ. ചെല്ലു പറയത്തില്ലയോ, പുള്ളി അവരുടെ മുനിസിപ്പാലിറ്റി തൂപ്പ എന്ത് നല്ല ജോലിയാ. നമ്മൾ റോഡെ പോകുമ്പം കൈ കിട്ടുന്നതെല്ലാം റോഡിലോട്ട് എറിഞ്ഞ് അത് എറിഞ്ഞ് തുപ്പി കാർക്കിച്ച് തുപ്പി, ചിലക്ക് വണ്ടി ചുരുക്കുമ്പം വാതിലൊന്ന് അങ്ങ് അമട്ടുക, ഇതെല്ലാം റോഡിലല്ലേ ചിലര്. അപ്പൊ അവര് രാവിലെ ഈ തണുപ്പൊക്കെ പിടിച്ച് ആ റോഡെല്ലാം ക്ലീൻ ആക്കുകയല്ലേ. നല്ല ജോലിയല്ലേ. എല്ലാ ജോലിക്കും അതിന്റെ മാന്യതയുണ്ട്. ആക്ഷേപിക്കരുത്. അങ്ങനെ ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. വലിയ വലിയ ഓഫീസിൽ ഇരുന്ന് അടിച്ചു മാറ്റുന്നതിന് നല്ലത് ഈ ജോലി ചെയ്യുന്നവരാ. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് അങ്ങ് എണ്ണണം. സ്തോത്രം. ആക്ഷേപിക്കരുത്. ഇന്ന ജാതിയാണ്, ഇന്ന ആൾക്കാരാണ് ഒന്നും സഭയ്ക്കകത്ത് ഒട്ടും പറയരുത്. പക്ഷെ പറയുന്ന ഞാനൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട്. ഇപ്പൊ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം, ഇപ്പൊ എല്ലാം പമ്മി ഇരിക്കുക, എല്ലാം പരിശുദ്ധം കളിച്ചിരിക്കുക. ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ പരിശുദ്ധം കുഞ്ഞോട്ടിച്ചാൻ, ഇല്ലയോ? പിന്നെ എനിക്കറിയാം ബന്ധുക്കാർ വല്ലവരും ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അവിടെ ഇരിക്കുക, ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാര്യം പറയാം, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠൻ എണ്ണണം. ആക്ഷേപിക്കരുത്. ജാതി സ്പർദ്ധ അത് പാടില്ല. ഗുരു പറഞ്ഞത് ജാതി ചോദിക്കരുത്, പറയരുതെന്നാ. കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം തീവണ്ടി യാത്രയാന്ന് തോന്നുന്നു ചെയ്തപ്പോൾ, അതോ ഏതോ യാത്ര ചെയ്തപ്പോൾ ഒരാൾ പുള്ളി ഗുരുവല്ലയോ ഏത് ജാതിയാന്ന് ചോദിച്ചു. വേറൊരു അടിബ്രാഹ്മണൻ ഏത് ജാതിയാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞെന്നാ പറയുന്നത്, കണ്ടിട്ട് എന്നാ തോന്നുന്നെന്ന്. അപ്പൊ അവൻ ചോദിച്ച പുള്ളി പറഞ്ഞു, കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. എന്നാ പറഞ്ഞാലും മനസ്സിലാകുകയല്ലെന്ന് പറഞ്ഞു. കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? നേർക്ക് നേരെ കണ്ടിട്ട് പിടി കിട്ടുന്നില്ല, പിന്നെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്നേ? പാടില്ല. ആശാൻ അതുകൊണ്ടാണല്ലോ എഴുതിയത്, നമ്മൾ സ്കൂളിൽ പഠിച്ചതല്ലയോ, ചണ്ടാല ഭിക്ഷുകി പഠിച്ചതല്ലേ മോളെ? പഠിച്ചതല്ലേ എന്ന് കൊച്ചേ? എന്നാ പഠിച്ചു? അല്ലല്ലെന്തു കഥയുത്തും കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നിജനാരിതൻ കയ്യാൽ ജലം വാങ്ങി. പാട്. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നിജനാരി തൻ കയ്യാൽ ജലം വാങ്ങി. ജമിക്കുമോ ചൊല്ലഴും. ജാതി ചോദിക്കുന്നില്ല ഞാൻ, സോദരി എന്നാ. ആട്ടെ, നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. പോട്ടെ. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ വരാം. ഇനി അങ്ങനെ പോയാൽ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ സകല ജാതികളും ഈ സുവിശേഷം കേൾക്കണം. ഇതൊരു വിഭാഗക്കാര് മാത്രം കേൾക്കേണ്ടതല്ല, ഒരു സംഘടനക്കാര് മാത്രം കേൾക്കേണ്ടതല്ല. മനുഷ്യനായി ഭൂമിയിൽ ചരിക്കുന്ന ജീവിക്കുന്ന സകല ആൾക്കാരും ഇത് കേൾക്കണം. ഇതെല്ലാവർക്കും കൂടിയുള്ളതാ. ഒരു വിഭാഗക്കാരുടെ കുത്തകയല്ല സുവിശേഷം. സുവിശേഷം മുഴു ലോകത്തിനുമുള്ളതാ. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആമേൻ. ആരായത് കേൾക്കേണ്ടത്? സകല ആൾക്കാരും കേൾക്കണം. ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണമെന്നാ? ലൂക്കോസ് 2:10 പെട്ടെന്ന് വായിച്ചോ. ലൂക്കോസ് 2:10 സുവിശേഷം കേട്ടാനുള്ള ഗുണം. മൈക്ക് കൂടെ വായത്. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഒന്നുകൂടെ വായിച്ചോ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ശ്രദ്ധിക്കുക, സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാണെന്നറിയാമോ? സർവ്വജനത്തിനും മഹാസന്തോഷം ഉണ്ടാകും.
ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സന്തോഷം ലഭിക്കണമെങ്കിൽ അത് സുവിശേഷം കേൾക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞങ്ങളെയൊക്കെ ഒന്ന് ഞങ്ങളുടെ മിക്ക ആൾക്കാരെ, എല്ലാവരെയും അല്ല, മിക്കവരെയും ശ്രദ്ധിച്ചേ. കടഭാരമുള്ളവരുണ്ട്, ഞെരുക്കമുള്ളവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. പക്ഷെ ആ ഇരിപ്പും പോകം കണ്ടാൽ തോന്നുമോ? അംബാനി പോലും ഇതുപോലെ സന്തോഷിച്ചിരിക്കുകയല്ല. അയാളാകെ കറങ്ങി പരുവക്കേട്ടിലിരിക്കുക. എസ്റ്റേറ്റും തോട്ടമുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ഇരിക്കുകയല്ല. ഇത് ഒന്നുമില്ല, എന്നാൽ ആ ഇരിപ്പൊക്കെ കണ്ടില്ല. നല്ല എന്നാൽ ചില പരുവക്കേടുകാരെ ഞാൻ കാണുന്നുണ്ട്. അത് ഇച്ചിരി ഉള്ളവരാ, ഇച്ചിരി പിടിപ്പുള്ളവരാ അണ്ട പരുവക്കേടി ഇരിക്കുന്നത്. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഒന്നുമില്ലാത്ത അമ്മ നല്ല പക്കി പറക്കും പോലെ നിൽക്കുക. കാരണം മേളിലോട്ട് നോക്കി ആകാശം സ്തോത്രം. പണ്ടൊരാൾ പറഞ്ഞ പോയത് പോട്ടെ പോരടി വാപ്പി എന്ന് പറഞ്ഞ പോലെ എന്തോ പോകാനാ, ദൈവത്തിൻ്റെ മഹത്വം. നമുക്ക് നമ്മുടെ സന്തോഷത്തിന്റെ രീതി എന്നാന്ന് വെച്ചാൽ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇന്ന് ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോദമായി മോദമായി, ഇന്നു ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോദമായി മോദമായി, വന്നു തിന്നോ തൃപ്തനായി, എത്രയോ ഭാഗ്യവാൻ ഭാഗ്യവാൻ. പന്നി തിന്ന ഭോജ്യവും അന്ന് ഞാൻ കൊതിച്ചത്, പന്നി തിന്ന ഭോജ്യവും അന്ന് ഞാൻ കൊതിച്ചത്, എന്നേക്കുമായി മറന്നുപോയി ദേവാ. കൃപ കൃപയൊന്നിനാൽ അവസുതനായി ഞാൻ, കൃപയുള്ള യഹോവേ ദേവാ, മമ നല്ല പിതാവേ ദേവാ. കൃപ കൃപയൊന്നിനാൽ അവസുതനായി ഞാൻ, കൃപയുള്ള യഹോവേ ദേവാ. അപ്പൊ ശ്രദ്ധിക്കുക, ആ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ ലഭിച്ചിരിക്കുക. ഇനി നീ ഓടിപ്പോരുത് കേട്ടോ. കുഴപ്പമില്ല, അവൻ അത്യാവശ്യക്കാര്യത്തിന് പോയല്ല, അത് ഇവിടെ ഇരുന്നാൽ പിന്നെ പ്രശ്നമാകും. ഞാൻ അവിടെ പിന്നെ പുറകെ ഇരിക്കാൻ ഒക്കുകയല്ല. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം കേട്ടാനുള്ള ഗുണം സർവജനത്തിനും സന്തോഷമുണ്ടാകും. ഞാനിതുവരെ മദ്യം കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടുള്ളൊരു പറഞ്ഞ് കുടിച്ചു കഴിയുമ്പോൾ ഒരു പിമ്പിരിയാന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ ഇടയിലും കുടിച്ചിട്ട് അനങ്ങാതിരിക്കുന്ന ആൾക്കാരോട് ഒരു പിമ്പിരിയില്ല. അടിച്ചേച്ച് വന്ന് അത് വേറെ കേസാണ്. അവനും അടിച്ചേച്ച് വന്ന് പുറകെ ഇരിപ്പുണ്ട്, കണ്ടാട്ടറിഞ്ഞ അവന് വലിയ പിമ്പിരിയില്ല. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ളവർ പറയുന്നത് അന്നേരം ഒരു എന്നാൽ ഈ സന്തോഷം അങ്ങനല്ല. സ്തോത്രം, ഇത് മരണം വരെയും നിൽക്കുന്ന സന്തോഷമാണ്. ഇത് കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. ഇത് അവൻ കാശ് കൊടുത്ത് മേടിക്കുന്നതുമല്ല. കാശ് കൊടുത്തൊരുത്തൻ പണ്ട് പറഞ്ഞായിരുന്നല്ലോ, കൃപാവരം ജ്വലിപ്പിക്കാൻ വേണ്ടി ശീമോം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇച്ചിരി കാശുണ്ട്, അത് അങ്ങ് തന്നേക്കാം, ഞാൻ ആരുടെയെങ്കിലും കൈവച്ച അന്നേരം അവനും തെറിക്കണമെന്ന്. പറഞ്ഞ് എൻ്റെ പണം നിന്നോടുകൂടെ പോവുകയുള്ളൂ. ഇത് കാശ് കൊടുത്ത് കിട്ടുന്നതല്ല, ഇത് ദൈവം നിനക്ക് തരുന്നതാണ്. അതിന് 5 പൈസ മുടക്കണ്ട, 5 കാശ് മുടക്കണ്ട, 1/2 പൈസ മുടക്കണ്ട, 1/2 മൈൽ നടക്കുകയും വേണ്ട. ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് യേശുവിന് തിരുമുൽക്കാഴ്ചയും വെക്കണ്ട. കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട, അലറുകയും വേണ്ട. ഹൃദയ നുറുക്കത്തോടിരിക്കുന്നിടത്ത് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാൽ മതി, എൻ്റെ യേശുവെ എന്നെ രക്ഷിക്കണം, ഞാനൊരു പാപിയാ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ രക്ഷിക്കണം, എൻ്റെ നിരാശകൾ, എൻ്റെ ഭാരങ്ങളൊക്കെ മാറ്റി എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമെന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്ക്. നിന്റെ മനോഭീതികളും ചിത്തപ്രമങ്ങളും മാറ്റി ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് പൂരിതമാക്കുവാൻ കഴിവുള്ളതാ ക്രിസ്തു. എനിക്ക് പരകെന്തിയാരുള്ളൂ പതിനൊന്നി തേജിച്ചു സൂറപൂർ അതിജന്നാൽ. എനിക്ക് പരകെന്തിയാരുള്ളൂ പതിനു തേജിച്ചു സൂറപൂരം അതിജന്നാൽ. എനിക്ക് പരകെതിയാരുള്ളൂ പതിനൊന്നി തേജിച്ചു സൂരപുരം അതിജന്നാൽ. എനിക്ക് പരകെതിയാരുള്ളൂ പതിനൊന്നി തേജിച്ചു സൂരപൂർ അതിജന്നാൽ.
ദരിദ്രനാകാൻ ധന സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിൽ മരിച്ചു നീ. ദരിദ്രനാകാൻ ധന സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിൽ മരിച്ചു നീ. സ്നേഹപൂരിത ജീവനാഥ, സ്നേഹപൂരിത ജീവനാഥ, സ്നേഹമാ ഒന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹമാ ഒന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹപൂരിത ജീവനാഥ, എനിക്ക് പരഗതി അരുളുവതിനു നീ ത്യജിച്ചു സുരപുരമതിച്ചണ. ഓ എനിക്ക് പരഗതി അരുളുവതിനു നീ ത്യജിച്ചു സുരപുരമതിച്ചണ. ഇന്ന് രാത്രി അവൻ നിന്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് പൂരിതമാക്കുവാൻ കഴിവുള്ളവനാ ക്രിസ്തു. മദ്യപാനമല്ല, ലഹരി പദാർത്ഥമല്ല, മറ്റ് പാപകൃതികളല്ല, സന്തോഷം യേശു ക്രിസ്തുവാ. ആ സുവിശേഷം അതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അതാ രക്ഷകയുടെ സുവിശേഷം. ദൈവത്തിന് മകത്ത് ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പൊ എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷിക്കപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഈ സുവിശേഷം കേൾക്കണം. സുവിശേഷം കേട്ടാനുള്ള ഗുണമെന്ന സർവ്വജനത്തിനും മഹാസന്തോഷമുണ്ടാകും. ഇനി ഈ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് മാനസാന്തരം ഉണ്ടാകും. സുവിശേഷം കേട്ടാൻ മാനസാന്തരം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 വായിച്ച് സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ. അപ്പൊ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം ഒന്ന് മാനസാന്തരം. അതുണ്ടാകണം. മാനസാന്തരം. നമുക്ക് ദാനിയേൽ പ്രവചനത്തിലെ രാജാവിന്റെ മാനസാന്തരമാണ്. നമുക്കെല്ലാം അങ്ങനെ മാനസാന്തരം. എന്തുവാ? ഒരു ബിംബത്തെ അങ്ങോട്ട് നിർത്തി 60 മുഴം ഉയരോ, 6 മുഴം വായി, 3-1 വായിക്ക് പെട്ടെന്ന് വായിക്ക്. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുരാസമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. അങ്ങനെ പ്രധാന ദേശാധിപന്മാർ. എല്ലാം വായിക്കാൻ നേരമില്ല. ദൈവത്തിന് മഹത്വം. ബിംബത്തെ അങ്ങോട്ടുണ്ടാക്കി. വലിയൊരു ബിംബം. 60 മുഴം ഉയരോ, 6 മുഴം 6 മുഴം വണ്ണം 6 മുഴം. അതന്നെ വലിയൊരു ബിംബം. എന്നിട്ട് പറഞ്ഞു ഈ ബിംബത്തെ നമസ്കരിക്കണം. ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ പറ 11-ാം വാക്യമായിരുന്നു. ബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് ഈ ബിംബത്തെ വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയുമെന്നും എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിംബം നിർത്തിയിരിക്കുക. സകല എണ്ണോ ഈ ബിംബത്തെ നമസ്കരിക്കും. ഇല്ല, ഞാൻ എല്ലാത്തിനും തീക്കകത്ത് പുള്ളിയുടെ കൽപ്പന തീക്കകത്തുണ്ട്. 3 ബാലന്മാര് നമസ്കരിച്ചില്ല. എന്തിനേറെ നിങ്ങൾക്കറിയാം, സകല എണ്ണവും തമ്പുരുവും വീണയും ആകസ്വരവും താളമൊക്കെ വന്നപ്പോ എല്ലാം പൊത്തോന്ന് വീണ് നമസ്കരിക്കുക ബിംബത്തെ. 3 പിള്ളേര് നമസ്കരിച്ചില്ല. അപ്പോൾ അവരെ പിടിച്ചു കെട്ടി എരിയുന്ന തീച്ചുളക്കകത്തിട്ടു. ഇട്ടേച്ച് നോക്കുമ്പോൾ 3 പേരെ ആയിട്ടത്. നോക്കുമ്പോൾ 4 പേര് നടക്കുന്നു. അകവാള് വെട്ടിപ്പോയി. ഇടാൻ പോയവരെ തീ കത്തിച്ചു കളഞ്ഞു. പക്ഷേ ഈ 3 ബാലന്മാർക്ക് തീയുടെ മണം പോലും വേശിയില്ല. കരക്ക് കയറ്റി. ഉടനെ നെബൂഖദ്നേസറിന്റെ മാനസാന്തരം ഉണ്ടായി. അതാ ഇപ്പോഴത്തെ മാനസാന്തരം മിക്കവർക്കും. ഉടനെ മാനസാന്തരപ്പെട്ടിട്ട് പറഞ്ഞു, ഇതുപോലൊരു ദൈവം വേറെ ഇല്ല. തീച്ചൂളയിൽ നിന്ന് വിടിവിക്കുന്ന ദൈവം. ഇടാൻ പോയവനെ എല്ലാം തീ പിടിച്ച് കത്തിച്ച് കരിഞ്ഞ് ചാമ്പലായി. ഈ 3 ബാലന്മാർ ഇവര് സേവിക്കുന്ന ദൈവമാണ്
ജീവനുള്ള ദൈവം. അതുകൊണ്ട് ഈ ദൈവത്തെ ഇനി ആരിലും സേവിച്ചില്ലേ കഷണം കഷണമാക്കുമെന്ന്. 29-ാം വാക്യമായിരുന്നു. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായ്ക കൊണ്ട്, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും. എന്തായാലും കൊള്ള ആൾക്കാരെ കൊല്ലുന്ന പ്രവണത മാറിയിട്ടില്ല. പിന്നെ കൊല്ലുന്ന പ്രവണത മാറിയിട്ടില്ല, രീതി മാറിയെന്നേ ഉള്ളൂ. നേരത്തെ തീക്കകത്തിടും, ഇപ്പം കഷണം കഷണമായിട്ട് എന്തായാലും കൊള്ളാൻ കൊല്ലും. ഇതല്ലേ മാനസാന്തരം മിക്കവർക്കും. പണ്ട് ഞങ്ങളുടെ അവിടെ ഒരാള് രാമായണം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ദേശത്തെ ഒരു കുടിയൻ, അല്പം തൻ്റെയും കുടിയനുമാ. പുള്ളി വായിച്ചുകൊണ്ടിരുന്നപ്പോ ചാടി ചെന്ന് സ്റ്റേജിലോട്ട് കയറി പറഞ്ഞു, സുകുമാര, വായിച്ചാലും അടിക്കും, വായിച്ചില്ലെങ്കിലും അടിക്കും. എന്തോ ചെയ്യാൻ? വായിച്ചാലും അടിക്കും. ഇതായിപ്പോഴത്തെ മാനസാന്തരം. ബിംബത്തെ ആരാധിച്ചില്ലെങ്കിൽ തീക്കകത്തിട്ട് കത്തിക്കും. ജീവനുള്ള ദൈവത്തെ സേവിച്ചില്ലെങ്കിൽ കഷണം കഷണമായി കണ്ടിക്കും. എന്തായാലും കണ്ടിക്കും എന്നുള്ളത് ഉറപ്പാ. അതല്ല മാനസാന്തരം. സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകണം. സക്കായിക്കുണ്ടായത് മാനസാന്തരമാ. യേശു വീട്ടിൽ വന്ന ഉടനെ പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായി. യേശുവെ, ഞാൻ 7 ദിവസത്തെ കാത്തിരിപ്പ് യോഗം നടത്തുക, അങ്ങനെയാണോ പറഞ്ഞേ? അല്ല, പന്തലിടാൻ പോവാ, പന്തലിടുക. പന്തലുകാരെ വിളിച്ചെന്നല്ല, പാട്ടുകാരെ ഇറക്കിയെന്നല്ല. കൺവെൻഷന് 7 ദിവസം 7 പേരെ വിളിക്കുക, ഗുരു വേണം എല്ലാത്തിനും, അങ്ങനൊന്നും അല്ല പറഞ്ഞു. വലിയ സിസ്റ്റം ഇറക്കാൻ പോവാ കൺവെൻഷന്, അതൊന്നും അല്ല പറഞ്ഞ്. സ്വോത്രകാഴ്ച എടുക്കാന്നും അല്ല പറഞ്ഞ്. യേശു വന്നപ്പോ സക്കായി പറഞ്ഞത് പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. അതാ മാനസാന്തരം. നമുക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ അവന്റെ പകുതിയും കൂടി അടിച്ചു മാറ്റാനാണ് നോക്കുന്നത്. കർത്താവേ, സ്തോത്രം, അത് ഞങ്ങൾക്ക് തന്നെ തരണം. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശു ഇവിടെ നിന്ന് ചൂണ്ടുക. അവന്റെ ഇങ്ങോട്ട് മേടിക്കുകയല്ല, പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. തീർന്നില്ല. ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാ മാനസാന്തരം. അതിനെ തിരിച്ചു വരവെന്നാ പറയുന്നത്. തിരിച്ചു വരിക, മാനസാന്തരം. തിരിഞ്ഞു വരണം. തിരിഞ്ഞ് നിങ്ങൾ 3:17 വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ ആ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അപ്പോസ്തല പ്രവൃത്തി 19 വായിച്ചു. 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു വരവാ. തിരിച്ചു വരണം. നേരത്തെ പോയ വഴിയിൽ കൂടെ, നേരത്തെ പോയ രീതിയിലൊന്നും ഇനി പോകരുത്. ഒരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ പഴയതെല്ലാം വിട്ടേച്ച് തിരിച്ചു വരണം. ഇപ്പൊ അങ്ങനൊന്നും അല്ലല്ലോ, പഴയതിലോട്ട് തന്നെ അങ്ങ് പോവല്ലേ. അത് മാനസാന്തരമല്ല. അപ്പൊ തിരിച്ചു വരമായി മാനസാന്തരം. അപ്പോസ്തല പ്രവൃത്തി 8:21 വായിച്ചു. എന്തുവാ മാനസാന്തരം? 8:21. നിന്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരം. എന്തോ മാനസാന്തരം? 1 തിരിച്ചു വരവാ, 2 വഷളത്വം വിടണം. അതാ മാനസാന്തരം. ഞാൻ വിസ്തരിക്കുന്നില്ല, കർത്താവിന്റെ മഹത്വം. അപ്പോൾ സുവിശേഷം കേട്ടാൽ നടക്കുന്ന കാര്യങ്ങൾ 1 മാനസാന്തരം ഉണ്ടാകും, തിരിച്ചു വരവ്, വഷളത്വം വിടും. 2 സുവിശേഷം കേട്ടാൽ സംഭവിക്കുന്ന കാര്യം. അപ്പോസ്തല പ്രവൃത്തി 8:35 ഓടിച്ചു വായിച്ചോ, സമയമില്ല, വിഷയമല്ല. എടുത്ത വാക്യത്തോട് വരണം. ഇപ്പം ഇത് പറഞ്ഞേച്ച് സ്വോത്രകാഴ്ച എടുക്കുക, അത് കഴിഞ്ഞേച്ച് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താൻ പോവുക. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി ചണ്ണനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ യേശുവിനെ പറ്റി സുവിശേഷം അറിയിച്ചു. ആര്? ഫിലിപ്പോസ്. ആരോട്? ചണ്ണനോട്. എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയാ ചണ്ണനോട് സുവിശേഷം അറിയിച്ചു. സുവിശേഷം യേശു ക്രിസ്തുവാ. ഈ സുവിശേഷം അറിയിച്ചു. തേരിനോട് ചേർന്ന് നടന്നു, തേരെ കയറി. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുക, 53:4 മുതൽ താഴോട്ട് വായിക്കുന്ന ഗ്രഹിക്കുന്നു. പൊരുൾ ധരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഇരിക്കും? പൊരുൾ തിരിച്ചു. സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം കേട്ട് പറഞ്ഞ് വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പം ചണ്ണൻ പറഞ്ഞു, പാസ്റ്ററെ, വെള്ളം തേണ്ടെന്ന്. പുള്ളി പറഞ്ഞു, വെള്ളം ഇവിടെയും കാണും, ഇനി മുന്നോട്ട് പോയാലും കാണും. വെള്ളമുള്ള അതിന് നിനക്കെന്നാ? അല്ല, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ സുവിശേഷം പറഞ്ഞപ്പോ സ്നാനവും പറഞ്ഞു.
സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. പെന്തിക്കോസ്തുകാർ കണ്ടുപിടിച്ചു ഒന്നുമല്ല. അങ്ങനല്ലേ ഇവിടെ എഴുതിയേക്കുന്നേ? കണ്ണു തുറന്ന് വായിര്. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത്? അപ്പൊ സുവിശേഷം പറഞ്ഞപ്പോ സ്നാനത്തെ പറ്റി പറഞ്ഞു. പറയണം. സ്നാനവും കൂടെ പറഞ്ഞെങ്കിലേ സുവിശേഷമാകൂ. മനസ്സിലാകുന്നില്ല. സ്നാനവും കൂടെ പറഞ്ഞെങ്കിലേ സുവിശേഷമാകൂ. യേശു 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 എന്ന് പറഞ്ഞാൽ മാത്രം കാര്യം നടക്കുമോ? ഇപ്പോൾ ചില പാട്ട് കണ്ട് യേശു യേശു ഇത് മാത്രം പറഞ്ഞാൽ സുവിശേഷമാകത്തില്ല. സുവിശേഷം പൂർണ്ണമാകണമെങ്കിൽ അതിനകത്ത് അവൻ സ്നാനമുണ്ട്. ഉണ്ടെന്ന് സ്നാനമെല്ലാം പറഞ്ഞത് കൊണ്ടല്ലോ ഷണ്ണൻ പറഞ്ഞേ വെള്ളം തേണ്ടെന്ന്. അന്നേരം എന്നാ പറഞ്ഞേ? ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം? എന്തോ വിരോധം? അടുത്തത് അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന ചേട്ടത്ത് മുങ്ങിയത് കൊണ്ട് അനിയത്തി മുങ്ങരുത്, ചേട്ടൻ മുങ്ങിയപ്പോ അനിയനും മുങ്ങരുത്. പാടി തങ്കമേ മുങ്ങടി, വെള്ളമുണ്ട്, അണ്ടർപാസ്റ്റ് കൊണ്ട്. ഇനിയും വറവായ പിന്നെ വെള്ളം ചിലപ്പം അതിനല്ല സ്നാനം. പണ്ട് വള്ളക്കാലി ഒരു അപ്പച്ചനെ മുക്കി വെച്ച് പൊങ്ങി വന്നപ്പം ചോദിച്ചു, സൂക്കാട് തീർന്നോന്ന് ചോദിച്ചു. മോൻ കുവൈറ്റിൽ നിന്ന് വരുമ്പോഴെല്ലാം മോൻ കുവൈറ്റി വെച്ച് സ്നാനപ്പെട്ടു. അപ്പം തന്നെയാ ഇവിടെ. അമ്മ നേരത്തെ മരിച്ചു, മക്കളാ ചെലവിന് കൊടുക്കുന്നത്. വരുമ്പോഴെല്ലാം പറയും അപ്പച്ചാ മുങ്ങണം. പിള്ളേരെ അയച്ചു കൊടുക്കുന്നതാ. അങ്ങ് സ്വസ്ഥത കിട്ടും. ഒരു ദിവസം പറഞ്ഞു, ജോണിക്കുട്ടി ഞാൻ മുങ്ങുകയെന്ന്. പുള്ളി പെട്ടെന്ന് അവധി എടുത്ത് വന്ന അപ്പച്ചനെ പാലത്തിൻ്റെ അവിടെ മുക്കുക. എനിക്കൊന്ന് MB വർഗീസ് പാസ്സാന്ന് വന്ന് മുക്കുന്നത്. ഭയങ്കര ആളും ബഹളവും മേളവും എല്ലാവരും കൂടെ ചെന്ന് പാട്ടുമൊക്കെ പാടിയ ആൾ മുങ്ങിയില്ലയോ. പുള്ളി അങ്ങോട്ട് പൊങ്ങിയപ്പോൾ പുള്ളി തോട്ട് വെച്ചു, എൻ്റെ സൂക്കാട് തീർന്നല്ലോ എന്ന് ചോദിച്ചു. പുള്ളി അങ്ങ് പോയി. സൂക്കാട് തീർക്കാനാണോ മുങ്ങുന്നേ? തിരുമൂലവനം ജോർജ് കുട്ടിയാണ്ട കറ്റോട്ട് നമ്മുടെ തിരുവല്ല അങ്ങോട്ടിലും ആദ്യത്തെ പാലം ഉണ്ടല്ലോ, തോണ്ടറക്കടവ്, കുറ്റൂര് ആദ്യത്തെ പാലം തോണ്ടറ. അതിനിപ്പുറം മുക്കി അങ്ങോട്ട് വിട്ടപ്പോൾ അവനുണ്ടായിട്ട് അക്കരയ്ക്ക് പോയി. സാധാരണ മുക്കി കഴിഞ്ഞ് പൊങ്ങി വരുമ്പോൾ അവനെ തലയെ കൈവച്ച് സാധാരണ പറയും മരണപര്യന്തം, എന്നാൽ ജീവകിരീടം. അത് പറയാനൊന്നും അവൻ വട കൂടത്തില്ല. മുക്കി വിട്ട ഓതറിയച്ച് അവന് ഉണ്ടായിട്ട് അക്കരെ കയറി തിരിഞ്ഞു പോലും നോക്കില്ല. എന്നാൽ പോകുക എന്നെങ്കിലും പറഞ്ഞില്ല. അവൻ പോയി. പിന്നെ കേട്ടത് കണ്ണാട്ടിപ്പുഴ കറിയാച്ചൻ്റെ വീട്ടിനെങ്ങാട്ട് കയറിയിരുന്നെന്നാ. പിന്നീട് അറിഞ്ഞ് ഇവൻ ഇച്ചിരി ഇളക്കമുള്ളവനായിരുന്നു. പിറ്റേ ആഴ്ച കല്യാണം നടത്താൻ വേണ്ടി അവനെ മുക്കിയത്. വെള്ളം കൂടെ കയറിയപ്പോൾ ഇങ്ങനെ ഇളകി പോയതാ. ഇത് അങ്ങനെയുള്ളവരെയാണോ മുക്കുന്നത്? ഇത് കല്യാണം നടത്താൻ വേണ്ടി മുക്കുന്നതല്ല സ്നാനം. മംഗലാപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരെ വിളിക്കുന്നത് മൈസൂർ തങ്കമ്മ എന്ന. അപ്പം ഞങ്ങൾ ഒരു യോഗം കഴിഞ്ഞപ്പം ഈ തങ്കമ്മയുണ്ട്, നന്നായിട്ട് പാട്ടുമൊക്കെ പാടും. അമ്മ പരിചയപ്പെട്ടു. അന്ന് അവർക്ക് 65-70 വയസ്സുണ്ടെന്ന് തോന്നുന്ന അന്ന്. ഇപ്പോൾ ഉണ്ടോ എന്നറിയത്തില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മാസ്റ്ററെ ഞാൻ മുങ്ങിയ ചരിത്രം വലിയ അത്ഭുതമാണ്. ഞാൻ ചോദിച്ചു എന്തുവാ? എനിക്ക് ചരിത്രമൊക്കെ കേൾക്കുന്നത് ഇഷ്ടമാണ്. അയ്യോ, എൻ്റെ കൂടെ ഞങ്ങൾ 3-4 സഹോദരിമാർ കൂട്ടുകാരായിരുന്നു. അത് കണ്ണൂർ വള്ളിത്തോടിൽ അവിടെ കണ്ട. അപ്പം ഇവരെല്ലാം സ്നാനപ്പെട്ടപ്പോൾ ഞാൻ അവരെ ആക്ഷേപിച്ച് കളിയാക്കി. ഞാൻ പറഞ്ഞെല്ലാം പോയി എരുമ വെള്ളത്തിൽ മുങ്ങിയച്ചിരിക്കുക, ബോഡി നീയൊക്കെ ആയിട്ട് ഇനി ഒരു കൂട്ടില്ലെന്നും പറഞ്ഞ് കൂട്ടു സഹോദരിമാരെ അധിക്ഷേപിച്ചു. അവർ പ്രാർത്ഥിച്ചു തങ്കമ്മയ്ക്ക് വേണ്ടി. എന്തിനേറെ തങ്കമ്മ മാനസാന്തരപ്പെട്ടു, സ്നാനവും തീരുമാനിച്ചു. അപ്പൊ സ്നാനപ്പെടുത്താനായിട്ട് ആറ്റില്ല അന്ന് വെള്ളം അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരിക. ഒത്തിരി വെള്ളമില്ല എങ്കിലും വെള്ളമുണ്ട്. അപ്പൊ ഒരു ഉപദേശി ഇങ്ങനെ നിൽക്കുക, വെള്ളം അവിടുന്ന് ഒഴുകി വരിക ആറ്റിലൂടെ. തങ്കമ്മ ഇറങ്ങി വരിക. ഉപദേശി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവിടുന്ന് കിഴക്കുന്ന വെള്ളം വരിക, ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം തങ്കമ്മ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ തങ്കമ്മ കാണുക, ഒരു മനുഷ്യൻ 5-8 എരുമെ അടിച്ച് ആറിനക്കരെ കയറ്റുന്നു. ഒത്തിരി വെള്ളമില്ല, അതുകൊണ്ട് കാണാം. ഇവര് നിൽക്കുന്ന ഭാഗം ഇച്ചിരി വെള്ളം കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ തങ്കമ്മ ഇങ്ങനെ നോക്കുമ്പോൾ എരുമയെ അടിച്ച് കയറ്റുക. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു 5-6 എരുമ സാധിച്ചു. ഉപദേശി ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് കാണുന്നുമില്ല.
സൂക്ഷ്മ കാര്യമെല്ലാം കൂടെ പറഞ്ഞ് തങ്കമ്മയെ മുക്കുമ്പോൾ സാധിച്ച വെള്ളവും കൂടെ വന്നു. സൂക്ഷ്മ അവിടെ മുക്കി. കൂട്ടുകാരിയെ ആക്ഷേപിച്ചത് എരുമവെള്ളത്തിൽ മുങ്ങിയെന്നാ, പക്ഷെ മുങ്ങിയത് മൈസൂർ തങ്കമ്മയാ. നീ ഒത്തിരി ആക്ഷേപിക്കരുത് കേട്ടോ. സ്തോത്രം, സ്തോത്രം. ആക്ഷേപിക്കരുത്. അപ്പൊ ഇത് കല്യാണം കഴിക്കാനല്ല സ്നാനപ്പെടുന്നത്, പിള്ളേരുടെ സൂക്കേട് തീർക്കാനല്ല സ്നാനപ്പെടുന്നത്, സഭ മാറാൻ വേണ്ടി സ്നാനപ്പെടുകയല്ല, പേര് മാറ്റാൻ. പേര് ഇപ്പൊ അങ്ങനെ പേര് മാറ്റുക. എന്തുവായിരുന്നു പേര്? ശ്രീധരൻ. സ്നാനപ്പെട്ടപ്പോ പോൾ ശ്രീധരൻ. നേരത്തെ എന്തുവായിരുന്നു പേര്? രാഘവൻ. ഉടനെ പോൾ രാഘവൻ. സ്വഭാവത്തിനൊരു മാറ്റോ? എടാ പേര് മാറിയത് കൊണ്ടായോ? സ്വഭാവം മാറണ്ടേ? സ്വഭാവം എന്നാ? ഇപ്പോഴും അനിയനുമായിട്ട് മിണ്ടുകയല്ല. പേരെന്നതാ? നീ ഇന്ന് രാത്രി തന്നെ പേര് വെട്ടണേ. ആ പേര് നിനക്ക് യോജിച്ചതല്ല. പേരല്ല മാറേണ്ടത്, സ്വഭാവവും രീതി മാറണ്ടേ. ദൈവത്തിന് മഹത്വം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ആത്മാവു വെള്ളമതു പിന്നീട് ചോണിതവു, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യമാകിപ്പതി സമയേ, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യമാകിപ്പതി സമയേ. വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങ് ആകയവൻ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങളാക. അപ്പോൾ മുൻകാലങ്ങളെല്ലാം വെള്ളത്തിൽ കൊള്ളിച്ചെന്ന് ഒരു പുതിയ മനുഷ്യനായിട്ട് എടുക്കുക. യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യമാ. ഒന്ന് മാനസാന്തരം, രണ്ട് സ്നാനം. ഇനി ഞാനൊരു പദം പറയും, പദത്തെ പിടിച്ച് അലോഗ്യം ഉണ്ടാക്കരുത്. സുവിശേഷം കേട്ടാൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44 ചേർത്ത് വായിച്ചോ. സുവിശേഷം കേട്ടാൽ എന്തുവാ സംഭവിക്കേണ്ടത്? സംഭവിക്കുന്നത് 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കും. സുവിശേഷം കേൾക്കുമ്പോഴേ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് വന്നു, ദർശനമൊക്കെ കാണിച്ചു, തുപ്പട്ടിയൊക്കെ കാണിച്ചു. ആ വാക്യം വെച്ചോണ്ട് സകല പെന്തിക്കോസ്കാരും പറഞ്ഞ് ഏത് സാധനവും തിന്നാന്നാ പറയുന്നത്. പത്രോസിനെ കാണിച്ചല്ലോ തിന്നാൻ. അതുകൊണ്ട് പെരുമ്പാമ്പിനെ കൊണ്ടുവാടാ, കുപ്പി മേടിക്കുന്നുണ്ട്. പെരുമ്പാമ്പിനെ ഇവനങ്ങ് തിന്നുക. പന്നിയെ കൊണ്ടുവാടാ. ഇന്ന് രാത്രി തന്നെ ഉള്ള പന്നിയേയും പാറ്റായേയും പയ്യാനിയൊക്കെ തിന്ന് ഇവനെല്ലാം സ്വഭാവവും ഇതുപോലെ. സഭയെ വന്ന് ചുറ്റുകല്ലേ പെരുമ്പാമ്പ് ചുറ്റും പോലെ. ഉപദേശി അവസാനം കയറി ചുറ്റുകയെന്ന്. അകത്തോട്ട് ഇതല്ലേ ചെല്ലുന്നത്. എനിക്ക് ഒരുത്തനെ കണ്ടമ്പൂച്ചയെ കണ്ട അവൻ വിടുകയല്ല. യോ ഞാൻ തമാശ പറഞ്ഞു, ഞാൻ ദിവസം കണ്ടമ്പൂച്ച കഴിക്കുമോ? കഴിക്കുന്നവന്മാരുണ്ട്, ഉണ്ടെന്ന്. ആട്ടെ, നമുക്ക് വിഷയം അതല്ലല്ലോ. തുപ്പട്ടി ഇറക്കി കാണിച്ച എന്തിനാ? ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്നരുത്. അതെല്ലാം അറിഞ്ഞു തിന്നുന്ന കാര്യമല്ല. വ്യക്തികളെ തരംതിരിച്ച് കാണരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ വയ്യാനിയും മുഴുവനെയും പാറ്റയും വലിയ പെരുമ്പാമ്പിനെ അതിനെയെല്ലാം കൂടെ അറിഞ്ഞു പിടിച്ച് തിന്നണമെന്നല്ല അതിന്റെ അർത്ഥം. എന്തുവായി സമയം? എന്തുവായി? സ്വോത്ര കാഴ്ചയുടെ സമയമായോ? 8:45. 9-ാമത് സ്വോത്ര കാഴ്ച. ബാക്കി 1 മണിക്കൂറൂടെ പ്രസംഗം. 10-ാമത് നിർത്ത്. എന്നോട് അങ്ങനെ ജൻസോ പറഞ്ഞു. 10 കഴിഞ്ഞാലും കുഴപ്പമില്ലെന്നാ പറഞ്ഞു വെച്ച് കാലം മറപ്പിച്ച് അവിടെ ഇരിക്കുക. ഞാൻ കിടന്ന് കഷായിച്ചോളാൻ. അപ്പൊ ശ്രദ്ധിച്ചേ, വണ്ടി ഇല്ലാത്തവരെ വണ്ടിക്ക് കൊണ്ട് വീട്ടിൽ വിടണം കേട്ടോ. അല്ലെ നിങ്ങൾ പറയും കാലം നിന്ന് പ്രസംഗിച്ചത്, ആ സമയം പോയി വണ്ടിയില്ല എന്ന് എനിക്ക് പരാഗ് കിട്ടരുത്. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, സുവിശേഷം കേട്ടാൽ ഇതൊക്കെ സംഭവിക്കണം.
അപ്പൊ പത്രോസെ കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നു. അവര് പറഞ്ഞു ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, നിന്നെ ഇന്ന് കേൾക്കാനിരിക്കുക. ശരിക്കും സുവിശേഷം പറഞ്ഞു, നസറായനാകുന്ന യേശുവിനെ പറ്റി പറഞ്ഞു, യേശുവിനെ പറ്റിയുള്ള വചനം പറഞ്ഞു. ആ വചനം പറഞ്ഞപ്പോൾ അവൻ 44 മുതൽ ഒന്നുകൂടെ വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പൊ ഇത് സുവിശേഷം കേട്ടാൽ ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കണ്ണിക്കാനും തർക്കിക്കാനും ഞാൻ ആളല്ലതിന് ഞാൻ മുതിരുന്നുമില്ല, എനിക്ക് അതിനുള്ള കഴിവുമില്ല. പക്ഷെ ഇന്ന് രാത്രി വചനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും പറയാ, എന്റെ പ്രിയരെ, ഇത് നിന്നിട്ടില്ല. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഗുരുവും ശിഷ്യനും മാറി മാറി കണ്ണൻ നടത്തി. ഗുരു ആറാട്ടുപുഴ കണ്ണിക്കുമ്പോൾ ശിഷ്യൻ പൂവത്തൂര് കണ്ണിക്കും. ശിഷ്യൻ ആറാട്ടുപുഴ കണ്ണിക്കുമ്പം ഗുരു വന്ന് പൂവത്തൂര് കണ്ണിക്കും. മാറി മാറി ആറന്മുളയിലും പൂവത്തൂരും കുമ്പനാട്ടും ശിഷ്യനും ഗുരു മാറി മാറി കണ്ണിച്ചു. രണ്ടുപേരും തോക്കുന്നില്ല. എനിക്ക് തോന്നുന്നു KG കുര്യച്ചാനാന്നോ KG തോമാച്ചാനാന്നോ പറഞ്ഞ് മതി, നിർത്ത്. ഇത് തർക്കിക്കാനും കണ്ണിക്കാനും വാദിക്കാനും ഒന്നും ഉള്ളതല്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്. നീ പ്രാർത്ഥിക്ക്. ഇത് ആരുടെയും കുത്തകയല്ല, ഒരു സഭക്കാരുടെയും കുത്തകയല്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി ഉണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകത്തില്ല. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രിയും ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം: 1 മാനസാന്തരം, 2 സ്നാനം, 3 അഭിഷേകം, 4 വേർപാട്. 2:40 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2:40 അതുകൂടെ വായിച്ചേ, പെട്ടെന്ന് വായിര്. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. എന്ന് പറഞ്ഞ വക്രതയുള്ള തലമുറയെ മുഴുവൻ വക്രതയല്ലേ? അല്ലേ? നോക്കിക്കേ, മുഴുവൻ വക്രതയല്ലേ? മുമ്പേ പറഞ്ഞ പോയിന്റ് പിന്നെയും വരിക. സഹോദരങ്ങളെ കളിപ്പിച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ വക്രതയല്ലേ? അപ്പനെ അമ്മയെ നന്നായിട്ട് സുഖിപ്പിച്ച ആധാരം കൈക്കലാക്കി. ഇപ്പൊ അപ്പനെ അമ്മയെ അന്വേഷിക്കുകയല്ല, ഇല്ലേ? ഉണ്ട്. അപ്പനെ അമ്മയെ ഇതിപ്പോ പാസ്റ്റേ എവിടെയെങ്കിലും അനാഥശാലയുടെ നമ്പർ ഉണ്ടോ? എന്നതിനാ മേരിക്കുട്ടി? അല്ല, ഒരാവശ്യം ഉണ്ടായിരുന്നു, പെറ്റതള്ളെ കൊണ്ടാക്കാനാ. പഴയ അമ്മമാരെ 5 മക്കളാ, 5 മക്കളാ വളർത്തിയതല്ലേ അമ്മേ? അമ്മയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു അമ്മേ? 6. എത്രയുണ്ടായിരുന്നു അവിടെ? അതിന് എത്രയുണ്ടെന്ന് പോലും അറിയാം അമ്മയില്. യോടി അവിടെ അമ്മയ്ക്ക് 6 മക്കളുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. അല്ല, അങ്ങനെയുള്ളവന് തപ്പലുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഒരു വീടുണ്ടായിരുന്നു, 16 മക്കളായിരുന്നു. 16 മക്കള്. അപ്പം അന്നത്തെ കാലമല്ലേ, 16 മക്കളാ. അത് സന്ദർഭം വന്നുകൊണ്ട് ഓർത്തുകൊണ്ട് പറയാം, 16 മക്കളാ. അപ്പം രാവിലെ പുഴുക്കോ കപ്പ പുഴുങ്ങിയതൊക്കെ ആകുമ്പോൾ പിള്ളേര് 16 എണ്ണമല്ലേ. ഒടുവിൽ ഇത് ആരൊക്കെയാ കഴിച്ചത്? ആരൊക്കെയാ? തപ്പല. അതിനെ അച്ചുക്കുട്ടി പറഞ്ഞ് കഥകയില് 2 പാളി കഥക, 1 പാളി കഥകയില് ചാച്ചിക്കുട്ടി, മേരിക്കുട്ടി, മറിയക്കുട്ടി, വേവിച്ചൻ, തോമാച്ചൻ, ഇത്തിരിക്ക. കഴിക്കുന്നൊരു ചോക്ക് വെച്ചിട്ടുണ്ട്. കഴിക്കുന്നൊരു ടിക്ക് ചെയ്ത് ചിറങ്ങിപ്പോക്കോണം. തപ്പലുണ്ടാകാതിരിക്കാനാ. കഴിച്ചേച്ച് ചോക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരി കുറച്ച് കഴിയുമ്പോൾ നോക്കുക, ആരൊക്കെ ശരി നോക്കുന്നു എന്ന് പറഞ്ഞ പോലെ അമ്മയും മറന്നുപോയി. ഏതായാലും അമ്മയ്ക്ക് 6 മക്കള് ഇല്ലേ? 6 മക്കൾ. 6 പേരും ഉണ്ടോ അമ്മേ? ഉദാഹരണം, അമ്മയുടെ കാര്യമല്ല പറയാൻ പോകുന്നത്, ഉദാഹരണമാ. അമ്മ പിണങ്ങുകയും ചെയ്യരുത്. ഏതായാലും ചട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത് പോലും അതിന് ആഴമുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്രയും എന്നെ കാണാനില്ല, എല്ലാം അങ്ങ് ചുരിദാരം വലിച്ചു കയറ്റി നടക്കുക. നല്ലതാ. ഇനിയിപ്പോ അതേലും ഉണ്ടല്ലോ, വലിയ കാര്യം. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, 6 മക്കളെ അമ്മ കഷ്ടപ്പെട്ടല്ലേ വളർത്തിയേ? അതെ, നന്നായിട്ട് കഷ്ടപ്പെട്ടാ വളർത്തിയത്. 8 മക്കളുള്ളവരും 10 മക്കളുള്ളവരൊക്കെ ഇവിടെ കാണും, അല്ലെ? അവരുടെ കുടുംബക്കാര് കാണും. പക്ഷേ പിള്ളേര് 6, 8, 10 ആയാൽ 10 പിള്ളേരുണ്ട്. 10 മക്കളെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാ. പക്ഷെ മക്കള് 10 പ്രായമായാൽ അമ്മയെ നോക്കാൻ ഇപ്പൊ ആരുമില്ല. അമ്മ 10 എണ്ണത്തിനെ നോക്കിയതാ.
പക്ഷെ ഇപ്പൊ 10 പേരൂടെ ചേർന്നിട്ട് അമ്മയെ നോക്കാൻ 10 പേരും പറയും, പാസ്റ്ററുടെ അറിവിൽ ആരേലും ഉണ്ടോ, നിങ്ങളുടെ സഹോദരിമാരാരേലും? എന്തിനാ ചാക്കോ? ഞങ്ങളുടെ അമ്മയെ നോക്കാനാ. യോ, അമ്മയല്ലേ നിങ്ങളെ 10 പേര് നോക്കിയേ? നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ എല്ലാവരും പൊട്ടമാടത്ത് ഇരിക്കുമ്പോൾ ഇരിക്കുന്നതാണോ? എടാ, ഈ 10 മക്കളെ നോക്കാൻ അമ്മ വേറെ ആരെയും ഏൽപ്പിച്ചില്ലല്ലോ. ഏൽപ്പിച്ചോ? ഇല്ല. ഇന്നത്തെ സാഹചര്യമല്ല, അന്നത്തെ സാഹചര്യത്തിൽ ഞെരുക്കവും ബുദ്ധിമുട്ടുമുള്ള സാഹചര്യം. പൊത്താനൊക്കെ കൊണ്ട് കാട്ടിൽ നിന്ന് എടുത്തോണ്ട് വരണം. കമ്മും കോലും എല്ലാം വെട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. തലയ്ക്ക് ചുമ്മി കൊണ്ടുവന്ന് മഞ്ഞുമഴയുള്ള സമയത്താന്ന് എന്ത് ഊതി കത്തിച്ച് വിറകെടുപ്പല്ലേ ഇല്ലേ? വറവിന്റെ സമയത്താന്ന് വെള്ളം എവിടുന്ന ഓലിന്ന് ഓലിക്കൊണ്ട് വരണം. എന്ത് കഷ്ടപ്പെട്ടതാ. അമ്മയ്ക്കത് ബുദ്ധിമുട്ടായിട്ട് 10 എണ്ണത്തിനെ വളർത്തിയല്ലോ. ഇപ്പൊ 10 മക്കൾക്ക് ചേർന്ന് ഈ അമ്മേനെ അപ്പനെ അന്വേഷിക്കാൻ പറ്റില്ല. എന്തിനാ നീ പള്ളിയിൽ പോകുന്നേ? 5:30 കുർബാനയ്ക്ക് പായ കുളിക്കാതെ ആടമൂട. എന്തിന് നീ തണുപ്പും പിടിച്ച് അവിടെ പോകുന്നു? അന്തൊക്കെ നിളയ്ക്കും വെള്ളം കൊടുക്കാതെ എന്തിന് പോകുന്നു? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ പറയാ കുമ്പനാട്ടിൽ നിന്നൊരു ട്രമ്മ് മേടിക്കണം, നമ്മുടെ സഭയുടെ ട്രമ്മ് പൊട്ടി, നമുക്ക് ഈ ആഴ്ച തന്നെ. എന്നിട്ട് കമത്തി ഇട്ടേച്ച് അങ്ങ് അടിക്കുക. തന്തേം തള്ളേ നടന്നറാന്നിരിക്കുക. എന്തിനാടാ ഇങ്ങനെ തമ്പേർ തല്ലി പൊട്ടിക്കുന്നേ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ, തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാതെ, അവരെ അന്വേഷിക്കാതെ നീ എന്തിനാ മലയ്ക്ക് പോകുന്നേ? എടാ, നിന്നെ കടുവാ പിടിക്കും. തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാതെ നീ എന്തിനാ ആണ്ടോടാണ്ടിട്ട് മക്കയ്ക്ക് പോകുന്നേ? നീ കിടന്ന് പ്ലെയിൻ താഴും. എന്നാ ഞാൻ നിർത്തട്ടെ? എന്നാ പറയാം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ആട്ടെ, ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാ. വേർപാട് പാലിക്കണം. വേർപാട് ദൈവത്തിന് മഹത്വം. സുവിശേഷം കേട്ടാൽ ഇതെല്ലാം ഉണ്ടാകും. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകലരും രക്ഷപ്പെടാൻ. സുവിശേഷം ആര് കേൾക്കണം? സകല ജാതികളും കേൾക്കണം. കേട്ടാനുള്ള ഗുണം എന്നാ? സന്തോഷമുണ്ടാകും. ആ സന്തോഷമുണ്ടായി സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിക്കും? ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? 1, മാനസാന്തരം, തിരിച്ചു വരവ്. 2, സ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിമജ്ജന സ്നാനം. 3, അഭിഷേകം പ്രാപിക്കണം. 4, സുവിശേഷം കേട്ടാൽ ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ വേർപാട് പാലിക്കണം. ഇത് നടക്കുന്നതാണ് ശരിയായ സുവിശേഷം കേൾക്കുമ്പോൾ. ആ സുവിശേഷമാ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചുമൽ കൊടുക്കുവാൻ ഈ ശാരോസഭയെയും ചുമതലക്കാരെയും ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് മഹത്വം. ആ എടുത്ത വാക്യം വെളിപ്പാട് 3:3. അടുത്ത നിമിഷം അതിൽ നിന്ന് നമുക്ക് പിന്നെ ധ്യാനിക്കാം. ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ, നാഗനിവാസനെ, യേശു മഹേശനെ, നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. മരികയിൽ അവതാരം ചെയ്തോരു നാഥനെ, മരികയിൽ അവതാരം ചെയ്തോരു നാഥനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ,
യേശു മഹേശനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. 10 മണി കഴിഞ്ഞാലും കുഴപ്പമില്ലെന്ന് ആ ചുമതലപ്പെട്ടവർ പറഞ്ഞത്. എന്നാലും അത്ര എടുക്കുന്നില്ല. പെട്ടെന്ന് നിർത്താൻ കർത്താവ് ശരണപ്പെടുകയാണ്. സമാപന ദിവസവും കൂടാണല്ലോ. ദൈവത്തിന് മഹത്വം. വായിച്ച കുറുവാക്യം ഒരിക്കൽ കൂടി ദൈവദാസി വായിച്ച് സഹായിച്ചാട്ടെ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ആ വാക്യത്തിനകത്ത് 3 കാര്യമാ പ്രധാനമായിട്ട്. ഓർക്കുക, കാക്കുക, മാനസാന്തരപ്പെടുക. ഓർക്കണം, കാക്കണം, മാനസാന്തരപ്പെടണം. ഇത് വെളിയിലുള്ളവരോടല്ല, സഭയ്ക്കാ തന്നേക്കുന്നത്. ഞാന് സ്വോത്രകാഴ്ചയ്ക്ക് മുമ്പ് വരെയുള്ളത് വെളിയിലുള്ളവരോടാ പറഞ്ഞത്. അന്നാ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പോവുക, വേണ്ട നിങ്ങൾ ഇരിക്കണം. ഇനി ഇവിടെ വന്ന് അകത്തുള്ളവരോടാ. വെളിയിലുള്ളവർക്കും കിട്ടും ഇതിനിടയില്. എല്ലാരെയും കണക്കിലെടുക്കണമല്ലോ. ഓർക്കുക, കാക്കുക, മാനസാന്തരപ്പെടുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാ വെളിപ്പാട് പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. മൊത്തം 66 പുസ്തകം. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും താരതമ്യ പഠനം ചെയ്താൽ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുടെ അവസാനം വെളിപ്പാടിലുണ്ട്. ഉൽപ്പത്തിയിൽ പലതിന്റെ ആരംഭം, പലതിന്റെ അവസാനം വെളിപ്പാടില്ല. ശാപം ഉൽപ്പത്തിയിൽ ഉണ്ടായി, വെളിപ്പാടി വന്നപ്പോ ഇനി ശാപം ഉണ്ടാകുകയില്ല. ഉൽപ്പത്തിയിൽ മരണം നടന്നു, വെളിപ്പാടി വന്നപ്പോൾ പറഞ്ഞു ഇനി മരണം ഉണ്ടാകുകയില്ല. ഉൽപ്പത്തിയിലെ പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ വെളിപ്പാട് വരുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ അവിടെ ആരംഭിച്ച പലതും ഇവിടെ വന്ന് അവസാനിക്കുക. കണ്ണുനീര് ഇനി ഉണ്ടാകുകയല്ലെന്ന ദൈവം തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല തുടയ്ക്കും. അപ്പൊ ഈ താരതമ്യ പഠനം പോട്ടെ, വിവരിക്കുന്നില്ല. 22 അധ്യായങ്ങളാ വെളിപ്പാട് പുസ്തകം. ഞാൻ എപ്പോഴും പറയും, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം എന്നാ? ദൈവദാസന്മാര് പറയരുത്, നിങ്ങൾക്ക് അറിയാം. അമ്മേ, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം എന്നാ? കർത്താവിന്റെ 2-ാം വരവ്. ആന്നോ അമ്മേ? അമ്മയുടെ ഇരിപ്പ് കണ്ടിട്ട് ഇനി യേശു 2-ഓ 3-ഓ 4-ഓ 5-ഓ വന്നാൽ എനിക്കൊരു വിരോധവും. ഈ വെളിപ്പാട് പുസ്തകത്തെ പറ്റി പല അഭിപ്രായങ്ങളാണ്. പലരും ഇതിനെപ്പറ്റി വ്യാഖ്യാനിക്കുമ്പോൾ പല വിഷയമാണെന്നാ പറയുന്നത്. ചെല്ലു പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതാ, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം യേശുവിന്റെ 2-ാം വരവ്. അപ്പൊ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 2-ാം വരവല്ല, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ ഉണ്ടെന്ന്. അതാ മെയിൻ വിഷയം. സൂര്യനെ അണിഞ്ഞ ഇല്ലേ? 12 വായിര് പെട്ടെന്ന് വായിച്ചു ചടികടാന്ന്. ഈ ദൈവദാസി തന്നെ വായിക്കുക. പാവം ആരെങ്കിലും സഹോദരിമാര്, മാസ്റ്റർമാരുടെ ഭാര്യമാരോ സഭയിൽ ചടികടാന്ന് വായിക്കുന്ന സഹോദരിമാരുണ്ടായിരുന്നേ കുറച്ചുകൂടെ നന്നായിരുന്നു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിൻ ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ ആരിവൾ ആരിവൾ. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിൻ ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ. അപ്പൊ ശ്രദ്ധിക്കുക, ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണ്. ചിലർ പറയുന്നത് സൂര്യനെ അണിഞ്ഞ സ്ത്രീ അല്ല, 144,000 പേരാണ് സിയോൻ മലയിൽ. അതാണ് പ്രധാന വിഷയമെന്ന് ശഠിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചിലർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം മഹോദരവം, 7 വർഷം, പപ്പാതി 3 ഒരു കാലം, ഇരുകാലം, അരകാലം, കാലം കാലങ്ങൾ കാലാംശം, പീഡനകാലം. അതാ മെയിൻ വിഷയമെന്ന്. ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗമുണ്ട്. 13 സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നു. വായിച്ചോ. 10 കൊമ്പ് 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. അതാ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം എന്നാ ചിലര് പറയുന്നത്.
കുറച്ചുകൂടി ആത്മീയര് ഉണ്ട്. അവര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം ഇതൊന്നുമല്ല. പുത്തൻ യെരൂശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന്, അതാണ് പ്രധാന വിഷയമെന്ന്. എന്നാൽ വേറെ ചിലർ പറയുന്നത് ഇതിലെ പ്രധാന വിഷയം ഇതൊന്നുമല്ല, കുഞ്ഞാടിന്റെ കല്യാണം. കുഞ്ഞാടിന്റെ കല്യാണം 19-ാം അധ്യായത്തിൽ നാം സന്തോഷിച്ചുല്ലസിച്ച് മകത്ത് കൊടുക്ക്. കുഞ്ഞാടിന്റെ കല്യാണവും ഒന്നുമല്ല. കല്യാണമാ മെയിൻ വിഷയം വന്നാ ചിലക്ക് കല്യാണമാണല്ലോ മെയിൻ വിഷയം. സഭായുദ്ധത്തിന് വന്നില്ലെങ്കിലും കല്യാണത്തിന് പോകും. സഭായുദ്ധത്തിന് വരുന്നില്ല, എന്നാലും കല്യാണത്തിന് പോകും. സഭായത്തിന് എന്നെ അമ്മയെ സഭായത്തിന് അതേ മുട്ടിന് അങ്ങ് നീരും മുട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. എന്നാ മോനെ? ഞാനും ഇത് പറയണമെന്ന് ഓർത്തതാ. പിന്നെ ഞാൻ പറഞ്ഞ ഇവർക്ക് പിണക്കം ഉണ്ടാവും, അതുകൊണ്ടാ. അപ്പം വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം കല്യാണമൊന്നുമല്ല. നമുക്ക് കല്യാണം ആ വിഷയം. അതുകൊണ്ട് 2-3 കെട്ടുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അവനും സഭയുടെ സെക്രട്ടറിയാ. കെട്ടിക്കാനാണ് ആൾക്കാർ പിന്നെ നിൽക്കുക. നിനക്ക് ഇനിയും കെട്ടണം, ഞാൻ കെട്ടിക്കാം. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അവർക്ക് ഇത് കിട്ടിയാൽ മതിയല്ലോ. കല്യാണമൊന്നുമല്ല. കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങ് സന്തോഷിക്കായിരുന്നു. ഇതുവരെ അവൻ സന്തോഷിച്ചില്ല. കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അവന് സന്തോഷിക്കുന്നു. ഞാൻ കണ്ടു. ആട്ടെ, നീയും സന്തോഷിച്ചല്ലോ ഇന്ന് രാത്രി. എല്ലാവർക്കും സന്തോഷം. കല്യാണമാണ്. സഭായത്തിന് വരാൻ കാലുവേദനയും നടുവേദനയും വാറനീരും മുണ്ടിനീരും ഒക്കെയാ. കല്യാണത്തിന് 2 വണ്ടി കയറി പോകുന്നതിന് തള്ളയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. നിന്ന് പെരുക്കുന്ന കാണാം. ഇതന്നെ മോനെ ജ്യൂസ്, അതും ജ്യൂസ് അമ്മ എല്ലാത്തിനും കുടിക്കുക. നിന്ന് കന്ന് വെള്ളം കുടിക്കും പോലെ നിന്നങ്ങ് ഫ്രീ അല്ലേ. ഇന്നാളൊരു തള്ള ബാക്കി വന്ന ഓറഞ്ച് ആപ്പിൾ എല്ലാം കൂടെ വായിനകത്ത് കുത്തിക്കയറ്റി സിബിടാൻ മേല. സിബ് വലിച്ചിട്ടൊന്നും അതുപോലെ ഇത് തിങ്ങി നിൽക്കുക. ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ. കല്യാണത്തിന് മാത്രമല്ല, ചവടക്കിന് പോയിട്ട് മണ്ണും കൂടും എല്ലാം കൂടെ ഒരുത്തുന്ന വണ്ടി നോക്കിയപ്പോൾ 5-8 എണ്ണം. ആകെ മാപ്പിളയും പെമ്പളയും ഉള്ളു. കിട്ടിയതല്ലേ വാരി വണ്ടിക്കകത്ത്. കണ്ട കാര്യമാണ്. ഇത് കൂട് കൊടുക്കുകയല്ലേ. ഇത് എന്നെ പറയുന്നത് പൊതി പപ്സ് പഴം ഏതാണ്ടൊക്കെയാ. അപ്പനും അമ്മയും തന്നെ വന്ന് ഞാൻ നോക്കി വണ്ടിക്കകത്ത് നടന്നിങ്ങോട്ട് നോക്കി ഗ്ലാസ് താന്ന് കിടക്കുക. ഒരു 5-8 കൂട് ഫ്രീ അല്ലേ. ഇതുപോലെ ഫ്രീ ആയിട്ടായാലും കൊടുക്കുന്ന പറഞ്ഞ ഇതുപോലെ മേടിക്കാൻ സാമർഥ്യവും. ചിലക്ക് മേടിക്കാൻ നല്ല വിരുദ, കൊടുക്കാൻ നേരത്ത് വലിയ മനോദുഃഖമുള്ള ആൾക്കാരുണ്ട്. ഇതിനകത്തുമൊക്കെ ഉണ്ട്. ആട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിലെ വിഷയം കല്യാണമല്ല. അത് വിഷയമാ, പക്ഷെ അതല്ല പ്രധാന വിഷയം. വെളിപ്പാട് പുസ്തകത്തിലെ വിഷയം സമുദ്രത്തിന് കയറുന്ന വരുന്ന മൃഗമല്ല, സൂര്യനെ അണിഞ്ഞ സ്ത്രീയല്ല, മഹോദരമല്ല ഇതിലെ പ്രധാന വിഷയം. കുഞ്ഞാടിന്റെ കല്യാണമല്ല, പുത്തൻ യെരൂശലേമല്ല, ഘോരവും ഭയങ്കരമായ മൃഗമല്ല. ഇതൊന്നുമല്ല. 17-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ മൃഗത്തിന്റെ പുറത്തിരിക്കും. ഇതൊന്നുമല്ല വിഷയം. ഒറ്റവാക്കി പറയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സ്തോത്രം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഇതാ ഇതിലെ പ്രധാന വിഷയം. 1-ാം വാക്യം വായിച്ചോ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അതാ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇന്ന് രാത്രി ആ വെളിപ്പാടായിരിക്കണം എല്ലാരും കാണേണ്ടത്. കൂടാരപ്പള്ളി തൊമ്മന്റെ വെളിപ്പാട് കണ്ടവരെല്ലാം കുഴഞ്ഞു. തൊമ്മൻ പോവുകയും ചെയ്തു, കുട്ടിയച്ചൻ കുഴയുകയും ചെയ്തു. ഇപ്പൊ അധികം ആളില്ലെന്നാ കേൾക്കുന്നത്. ഉണ്ടോ ജെൻസോ? അധികം ആളുണ്ടോ? അധികം ഇല്ല. കൈ കാണിച്ച് ഇല്ലെന്ന്. ദൈവത്തിന് മഹത്വം. തൊമ്മന്റെ വെളിപ്പാടും കുഞ്ഞൂഞ്ഞമ്മയുടെ വെളിപ്പാടും ബേബിയുടെ വെളിപ്പാടും കണ്ടവരെല്ലാം കുഴഞ്ഞു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കണ്ടവർ കുഴയത്തില്ല. അതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയത്തിൽ ഒന്ന്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. പിന്നെ ഇതിലെ പ്രധാന പ്രമേയം എന്താന്ന് ചോദിച്ചാൽ 19-1 വായിച്ചേ. 19-1 പെട്ടെന്ന്. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഇതാ വിഷയം. രക്ഷയും മഹത്വവും
ബലവും ശക്തിയുമെല്ലാം ദൈവത്തിനാ എന്ന് പറഞ്ഞ രക്ഷ മറ്റൊരാൾക്കോ മറ്റു വ്യക്തികളില്ല, രക്ഷ ദൈവത്തിൽ നിന്നാ. കുഞ്ഞുഞ്ഞച്ചൻ നിന്നെ രക്ഷിക്കും, അപ്പച്ചൻ രക്ഷിക്കും, അമ്മച്ചി രക്ഷിക്കും, അമ്മ രക്ഷിക്കും, അപ്പാപ്പൻ രക്ഷിക്കും. ഇല്ലില്ല, രക്ഷ ദൈവത്തിൽ നിന്നാ. കിഴക്കോട്ട് പോയാൽ രക്ഷിക്കും, പടിഞ്ഞാട്ട് ചെന്നാൽ രക്ഷിക്കും, വടക്കും തെക്കും രക്ഷ അല്ലല്ല, രക്ഷ ദൈവത്തിനാണ്. ദൈവത്തിൽ നിന്ന് മാത്രമാണ് രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. ഒന്നുകൂടെ വായിച്ചോ സഹോദരി 19. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഉറക്കെ അങ്ങോട്ട് വായിച്ചേ, ഹല്ലേലൂയ. രക്ഷയും മഹത്വവും, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളതാ. 6-ാം വാക്യം കൂടെ വായിച്ചോ. എന്തുവാ ഇതിലെ പ്രമേയം എന്നാന്ന്? 19:6 അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. സകലത്തെയും അടക്കിപ്പരിക്കുവാൻ, സകലത്തിന്റെ മേൽ ഭരണം നടത്തുവാൻ നമ്മുടെ കർത്താവ് രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. അതിനെ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഭരിച്ച എത്ര രാജാക്കന്മാരുണ്ട്, എല്ലാം കുഴഞ്ഞല്ലേ പോയേ, എല്ലാം കുഴഞ്ഞാ പോയത്. കീർത്തി നേടിയ രാജാക്കൾ എവിടെ, ലോകം അടുക്കിയ രാജാക്കൾ എവിടെ, കീർത്തി നേടിയ മനുജരിൽ എവിടെ, ലോകം അടുക്കിയ രാജാക്കൾ എവിടെ, നാമും മരണത്തോടെതിർപ്പാന കഴിയാതെ കഴിഞ്ഞുപോയി മണ്ണിൽ, നാമും മറയും ഇന്നല്ലെങ്കിൽ നാളെ, നാമും മറയും. ഇന്നല്ലെങ്കിൽ നാളെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വന്ന് മിടുമിടുക്കന്മാരായ രാജാക്കന്മാർ പലരുണ്ടായിരുന്നു. എന്തിനേറെ ലോക ചരിത്രം പഠിക്കുന്നവർക്കറിയാം. എനിക്ക് ചരിത്രമൊന്നും അറിയത്തില്ല. മിനിഞ്ഞാന്ന് വന്ന പുള്ളി അതെല്ലാം അരച്ചു കലക്കി പഠിച്ച് കുടിച്ചയാളാ. ആണുവട തട്ടിക്കാൻ നമ്മൾ അന്തം വിട്ടു പോകാതെ ഇതെല്ലാം കൂടെ ഇവിടെ നെല്ലിക്കാച്ചക്കന്റെ കുത്തടിച്ച പോലെ. യോ, ഇതൊക്കെ ദൈവകൃപയാ കേട്ടോ. പിന്നെ ദൈവകൃപയാ, അതല്ല ദൈവത്തിന് മഹത്വം. നാളൊരാൾ പറഞ്ഞു പുള്ളിയെല്ലാം കാണാതെ പഠിക്കാനൊരു കൃപ വേണ്ടേ? നീ ഈ പുള്ളി പറയുന്ന ഒരു വാക്കൊന്ന് പറയാവോ? അതിന് ഞാൻ മുട്ടായി മേടിച്ചു തരാം, പ്യാരിയുടെ മുട്ടായി. അത് ഓർത്തിരിക്കണ്ടേ, പറയണ്ടേ? ഇതൊക്കെ ദൈവകൃപയാ. അപ്പൊ അവരൊക്കെ പറയുന്നതാ കുറച്ചുകൂടെ നല്ലത്. ഞാൻ എന്തിനാ പണ്ടൊരാള് പറഞ്ഞ വയ്യാത്ത പട്ടി കയ്യാല കയറുന്നെന്ന് പറഞ്ഞ പോലെ, ഇവിടെ ഉന്നതന്മാരാകുന്ന ചക്രവർത്തിമാര് ഭരിച്ചില്ലയോ? പ്രധാനമായിട്ട് എത്ര സാമ്രാജ്യമാ, വമ്പൻ സാമ്രാജ്യം. അതല്ലയോ ദാനിയേൽ 2-ാം അധ്യായത്തിൽ നാലുമൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ 7-ാം അധ്യായമൊക്കെ ചേർത്ത് പഠിക്കുമ്പോഴുള്ള കാര്യങ്ങൾ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടില്ലയോ? ആ കണ്ട ബിംബം തല തങ്കം കൊണ്ട്, നെഞ്ചും കയ്യും വെള്ളി കൊണ്ട്, വയറുവരയും താമരം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാലിന്റെ പാതി ഇരുമ്പും പാതി കളിമണ്ണും. അങ്ങനെ നിൽക്കുമ്പോഴല്ലയോ കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്ന ബിംബത്തിന്റെ. ബാബിലോൺ സാമ്രാജ്യവും മേദിയ പേർഷ്യ സാമ്രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യവും പിന്നെ ഒടുവിലത്തെ ഏതാ? റോമാ സാമ്രാജ്യം. ഇത് വായിക്കുന്നതല്ലാതെ റോമാ സാമ്രാജ്യം അത് കാളായസത്തിന്റെ കാഠിന്യം ഉണ്ടെന്നാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആ കൈതൊടാതൊരു കല്ല് പറഞ്ഞു, അത് യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്വമാണ്. ഉന്നതമായ ഗിരിക്കുമെന്ന് വന്നിട്ടും കല്ലുപാതാം തികെ ചെന്നു. അത് സൈമൺ സാറിനെ കൊണ്ടേ നോക്കുള്ളൂ. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലുപാതാം തികെ ചെന്നു. ചൂർണീകരിക്കും രാജ്യങ്ങൾ അന്ന് വന്ന കല്ല് വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞുവാൻ. 5-ാം രാജ്യം ഉണ്ടാവേ പരം. 5-ാം രാജ്യം ഉണ്ടാവേ. നെഞ്ചിലെന്ന് അത് വേറെ താളമാണ്. പുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും.
കൈകാര്യം ചെയ്യാം. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലു പതാന്തിക ചെന്നു ചൂർണീകരിക്കും ഈ രാജ്യങ്ങൾ അന്ന്. വന്ന കല്ല് വന്മലയ്ക്ക് തുല്യ, താളം വേറെയാന്ന്. വന്ന കല്ല് വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞു വാഴു. അഞ്ചാം രാജിതം ഉണ്ടാമേ, പരമഞ്ചാം രാജിതം ഉണ്ടാമേ. തുഞ്ചിടാതെ കേൾക്കില്ലെന്ന് നെഞ്ചിലാനന്ദം വളർത്തും, തുഞ്ചിടാതെ കേൾക്കില്ല നെഞ്ചിലാനന്ദം വളർത്തും. അഞ്ചാം രാജിതം ഉണ്ടാമേ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊഞ്ചിതസായോൻ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന. അഞ്ചാം രാജിതം ഉണ്ടാമേ. വെള്ളി സാമ്രാജ്യമാം പേർഷ്യ പല്ലൂകം 538 തുടക്കം ബാബേൽ തകർത്തിരു 108 കൊല്ലം വാണിതു വല്ലാതെ ഹിംസ സ്വഭാവിയ. അഞ്ചാം രാജിതം. അല്ല, ബ്രദറുകാർക്ക് ആ പാട്ടറിയാം. ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ നിങ്ങൾ കൈവക്കുകയല്ല. അല്ല, പാടാൻ വേണ്ടിയാ. അച്ഛാ, നമുക്ക് പാടാം. പാടാം. BC ദശത്രയ റോമൻ കൈസർ നാജമാക്കി ഗ്രീക്ക് രാജിതം റോമ. അപ്പോഴേ മണ്ണ തുഷിച്ചിരുമ്പാകെ കൽപ്പകെട്ട് ചിഹ്ന ഭിന്നമായി റോപ്പ് തന്നിൽ. അഞ്ചാം രാജിതം ഉണ്ടാമേ. ലോകരാജാക്കളിൻ കാലത്ത് ദൈവം പൂവിൽ പരത്തുന്ന നിത്യരാജ്യത്വം അന്യജാതിക്കങ്ങ് കൈവിടാതെ ഉന്നതന്റെ നന്ദനർക്ക് തന്നെയാണിതെന്ന് ഓർക്കിൽ. അഞ്ചാം രാജിത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വായിക്കുന്നത് ലോകരാജ്യത്വം. വായിച്ച ഒന്നുകൂടെ വായിച്ച ലോകരാജ്യത്വം. അയക്കേ 11:15 19 6-7 വായിച്ചോ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. ഇവിടെ ഭരിച്ചവരെല്ലാം പരുവക്കേടിൽ കടന്നുപോയപ്പോൾ ഇനി ഒരുവൻ ഭരിക്കാൻ വരും. അത് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അത് വായിച്ചു. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്നു ഏതൊരു സ്വൈര്യമായി വാഴുന്ന കാലം ശാലമിൻ അനുഭവമാ. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലമിൻ രാജാതിരാജൻ വരും. നമ്മുടെ കർത്താവ് ഇതിന്റെ ഭരണം ഏറ്റെടുക്കും. ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകുകയല്ല. ശരിയാക്കുമെന്നൊക്കെ പലരും നമ്മളുമൊക്കെ പറയും. പക്ഷെ ശരിയാകത്തില്ലെന്ന ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അത് പഠിക്കുന്നവരുടെ കുഴപ്പമല്ല, ശരിയാകുകയെന്ന ആ പുസ്തകം എഴുതി വെച്ചിരുന്നത്. എന്നാ ഇവര് മാറട്ടെ, ഞങ്ങൾ ഭരിച്ചു ശരിയാക്കാൻ പറഞ്ഞാൽ ജോർജ് കുട്ടി നീ ഭരിച്ചാലും ശരിയാകുകയല്ല. എന്നാ ജോർജ് കുട്ടി ഭരിക്കുന്നത് കൊണ്ടാണ് ഇത് കുഴപ്പടി. തങ്കച്ചൻ കയറി അതിനപ്പുറം കോഴി. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആര് ഭരിച്ചാലും ഇനി ശരിയാകത്തില്ല. ഭരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇനി ശരിയായ ഭരണം ഒരുവൻ ഭരിക്കാൻ വരും. അതാ വെളിപ്പാട് പുസ്തകത്തിലെ വിഷയം. അതാ നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് ഇവിടെ ആര് ഭരിച്ചാലും നമുക്കെന്നാ ആൾക്കാർ കിടന്നങ്ങനെ കടിപിടി കൂട്ടുക. സ്തോത്രം. പുള്ളി കയറുകയാണ്. ഇതല്ല പുള്ളി കയറാതിരിക്കുന്ന നല്ലത്. സ്തോത്രം. ഇപ്പോഴാണെങ്കിൽ ഒന്നുമില്ല, അത്താഴം കഴിഞ്ഞ് ഉറങ്ങുന്നുണ്ട്. ഇതായിട്ടെടുത്ത ഉറക്കവും കൂടെ. ഇപ്പോഴാണെങ്കിൽ ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞാൽ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഭരിക്കാൻ കയറ്റി കഴിഞ്ഞാൽ 8 വണ്ടി മുന്നിൽ, 12 വണ്ടി പുറകിൽ. എന്റെ ഭാഷ പറഞ്ഞാൽ ചൊവ്വനെന്ന് പെടുക്കാൻ പോലും പോകാൻ. ബാത്റൂം 5 പേര് എവിടെ പോന്നു? അല്ല, ഞാൻ എന്റെ ശൈലി പറയുകയാണ്. ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകത്തില്ല.
ഇനി ഈ ഭരണം ശരിയാകണമെങ്കിൽ യേശു ഭരിക്കും. പിന്നെ ഒരു പാട്ട് വരുന്നു ജെമിസ്. വാളുകുന്തങ്ങൾക്കില്ലാവശ്യം അന്നേ വാളുകുന്തങ്ങൾ വാരിക്കുന്തം ഒന്നും വേണ്ടെന്നേ. വടിവാളും വേണ്ട, വാരിക്കുന്തവും വേണ്ട, നാടൻ പൂമ്പും വേണ്ട, തോക്കും വേണ്ട, ഒന്നും വേണ്ട. അന്ന് വാളുകുന്തങ്ങൾക്കില്ലാവശ്യം കോഴുകളാക്കി ചാലുപോക്കാൻ ആകുമായവ. എനിക്കൊന്ന് ആനന്ദ ഭൈരവിയാണ്. അപ്പൊ അതങ്ങോട്ട് ഇട്ടു. വാളുകുന്തങ്ങൾക്കില്ലാവശ്യം കോഴുകളാക്കി ചാലുപോക്കാനാകുമായവ. വാളുകുന്തങ്ങൾക്കില്ലാവശ്യം കോഴുകളാക്കി ചാലുപോക്കാൻ ആകുമായവ. നാലുദിക്കും സമാധാനം ചാലവെ പരന്നിരിക്കും. നാലുദിക്കും സമാധാനം, നാലുദിക്കും സമാധാനം ചാലവെ പരന്നിരിക്കും. വാളെടുക്കയില്ലാരുമെ ചേലുക ഇല്ലൊന്നിനുമെ. വാളെടുക്ക ഇല്ലാരുമെ ചേലുക ഇല്ലൊന്നിനുമെ. അന്നു കാനനങ്ങ് പൂക്കുമേ സിയോന്റെ മക്കൾ നന്ദിയോടെ പാടിയാർക്കുമേ. പാടാൻ നേരമില്ല. അപ്പോ യേശുക്രിസ്തു ഭരണമേറ്റെടുക്കുക. അപ്പോൾ ഇതിലെ പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ സകലത്തെയും തകർത്ത് അടക്കി യേശുക്രിസ്തു ഭരണമേറ്റെടുക്കാൻ പോകുകയാണ്. അതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ ഒന്ന്. അത് ഓരോ അധ്യായത്തിലും ആമെ പഠിക്കുവാൻ സൗകര്യമാർത്ത വിഷയങ്ങൾ തരംതിരിച്ച് പഠിക്കും. ഒന്നാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തു നിങ്ങൾക്കറിയാം. 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം, വെളിപ്പാട് 6 ആമൻ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായം മുദ്രിതന്മാരായ 144,000 പേര്. 8-ാം അധ്യായത്തിൽ 7-ാമത്തെ മുദ്രയും ആമെ കാഹളവും നീട്ടുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അടിച്ചുവിടുന്ന വെളിപ്പാട് 10. ചെറിയ പുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു 11. 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്ന വെളിപ്പാട് 12. സൂര്യധാരണിയായ സ്ത്രീയെ വെളിപ്പാട് 13. വായിച്ചല്ലോ. ഘോരവും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 14-ാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടി 144,000 പേര്. 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈദികന്മാർ വീണ മീട്ടുന്നു. വെളിപ്പാട് 16 7 ക്രോഡകലശം കൊണ്ടൊടിക്കുന്നു. വെളിപ്പാട് 17 മർമ്മം മകതയാം ബാബിലോൺ എതിർക്രിസ്തുവിന്റെ മണവാട്ടി. വെളിപ്പാട് 18 വാണിജ്യ ബാബിലോണിന്റെ അനപ്രദനം. വെളിപ്പാട് 19 കുഞ്ഞാടിന്റെ കല്യാണം. വെളിപ്പാട് 20 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 21 പുത്തൻ യെരൂശലേം. വെളിപ്പാട് 22 നിത്യതയിലേക്ക് പോവുക. ഇതാണ് ഓടിച്ച് പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നത്. നമ്മൾ വായിച്ച കുറുവാക്യത്തോട് കൂട് പുലർത്തി കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ യോഗം നടത്താം. ആമേൻ സ്തോത്രം. 3:3 വായിച്ചോ. 3:3. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. പിന്നെ നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. അറിയുകയുമില്ല. അപ്പോൾ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് നമ്മൾ കുറുവാക്യമായിട്ട് വായിച്ചത്. ദൈവത്തിന് മഹത്വം. ഞാൻ ഓർപ്പിച്ചല്ലോ. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തു പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ കർത്തൃദോഷത്തിൽ ആത്മവിഭജനായി. നീ കാണുന്നത് പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക 7 സഭകൾ എഴുതുകയെന്ന് കാഹളത്തുണർന്നൊരു ശബ്ദം ആമൻ പിറകിൽ കേട്ട് എന്നോട് സംസാരിച്ച നാദമെന്ന് കാൺമാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 1:13 തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളെ നിലവിളക്ക് നടുവിൽ നിലയങ്ക് ധരിച്ച് മാറത്ത് പൊൻകറ്റ കെട്ടുവനായി
മനുഷ്യപുത്രന്റെ സദൃശനാവിനെ ഞാൻ കണ്ടുപടുത്തത്. അവന്റെ തലയും തലമുടിയുമല്ല വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിയാലക്കൊത്തത്. പിന്നെ കാലുലിയിൽ ചുട്ടുപഴിപ്പിച്ച് വെള്ളോട്ടിന് സദൃശ്യം. ഓടിച്ചു വായിച്ചു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയം പഞ്ഞി പോ വെള്ളോട്ടുല തന്നിൽ കാച്ചി പഠിപ്പിച്ച വെള്ള കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. ഓടിച്ചു മുമ്പോട്ട് പോകട്ടെ. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാ, ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാട് യേശുവിനെ പറ്റിയുള്ള വെളിപ്പാടാ. മറ്റു വെളിപ്പാടുകളൊന്നും കണ്ടില്ലെങ്കിലും യേശുവിനെ പറ്റി വെളിപ്പാട് കാണണം. യേശുവിനെ പറ്റി വെളിപ്പാട് കാണാതെ മറ്റു വെളിപ്പാടാ കാണുന്നെങ്കിൽ നീ കുഴയും. എന്നാൽ യേശുവിനെ കണ്ടിട്ട് മറ്റു വെളിപ്പാട് കണ്ടാൽ ക്ഷീണമൊന്നും ഉണ്ടാകുകയില്ല. അത് 1-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. നമ്മൾ വായിച്ചത് 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അത് ഏത് സഭയോടുള്ള ദൂത? സർദീസിലെ 5-ാമത്തെ സഭയോട് പറയുന്ന ദൂത. ഈ ഓരോ സഭയോടും ദൂത് പറയുമ്പോൾ ദൂതിന് ചില തത്വങ്ങളുണ്ട്. ദൂത് പറയുമ്പോൾ അതിന് ചില അടിസ്ഥാന തത്വങ്ങൾ. 1, കർത്താവ് ദൂത് പറയുമ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദനമുണ്ട്. 3, ആക്ഷേപമുണ്ട്. 4, വിവേചനമുണ്ട്. 5, ഇവരെ മുന്നറിയിപ്പ് കൊടുക്കും. 6, ഇവരോട് പ്രബോധനമുണ്ട്. 7, പ്രതിഫലമുണ്ട്. ഈ 7 കൂട്ടം കാര്യമാ ദൂത് പറയുന്നതിന്റെ അടിസ്ഥാന തത്വങ്ങൾ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാ. 1, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ആ പരിചയപ്പെടുത്തുന്ന എന്തോ വായിച്ച് 3-ാം അധ്യായത്തിന്റെ 1 വായിച്ച് 3-ന്റെ 1 പരിചയപ്പെടുത്തും. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഒന്നുകൂടെ വായിച്ചു. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുന്നത് അവൻ 7 ആത്മാവ് എന്ന് പറഞ്ഞാൽ നിന്നെ നല്ലതുപോലെ ശോധന ചെയ്യുന്നതാ ദൈവത്തിന്റെ ആത്മാവ്. ഉടനെയാലകനത്തിൽ വായിക്കുന്ന ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങൾ അറിയും. അങ്ങനെ ആയിട്ട് കേൾക്കുന്ന 2-9 വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചേ. ദൈവം നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു കേട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും സകല ആഴങ്ങളും അറിയുന്നവനാ ദൈവാത്മാവ്. ഇന്ന് രാത്രി സഭയോട് അവൻ ദൂറ് അല്ലയോ ദൈവസഭയെ, നിങ്ങളോട് ദൂറ് പറയുന്ന ഞാൻ അവൻ ആഴമറിയുന്നവനാ. ഞാനും നിങ്ങളും പുറമെ നോക്കി വിധികെടുക്കുമ്പോൾ, മാർക്കിടുമ്പോൾ, കണക്കിടുമ്പോൾ, വസ്ത്രം നോക്കി, പണം നോക്കി, പ്രതാപം നോക്കി, സംസാരത്തിന്റെ ശൈലി നോക്കി, പ്രാസം നോക്കിയൊക്കെ മാർക്കിടുമ്പോൾ, കണക്കിടുമ്പോൾ, ആൾക്കാരുടെ വണ്ടിയുടെ വലിപ്പം നോക്കി, വില നോക്കി, അവൻ ബൈബിളിന്റെ കളറ് നോക്കി, കനം നോക്കി, പോക്കറ്റിന്റെ വലിപ്പം നോക്കി, അവൻ വീടും ചുറ്റുപാടും ഒക്കെ നോക്കി മാർക്കിടുമ്പോൾ, കുടുംബശ്രേഷ്ഠത നോക്കി, ഏത് കുടുംബം അങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്കിടുന്നേ. ഇല്ലേ? മിണ്ടുന്നില്ല. എന്തിനാ ഇനി മിണ്ടുന്നേ? സഭയെ വന്നാലും അങ്ങനല്ലേ ചിലരെ. അതേതാ? അത് നമ്മുടെ പകലോമറ്റത്തെ അച്ചായൻ. പിന്നെ വന്ന പുള്ളി നിങ്ങളുടെ കൂടാല്ലേ? പിന്നെ അതാരാ? അത് പാറയിലെ തങ്ക. അവര് നിങ്ങളുടെ കൂടാന്നോ? വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ വലിയ അങ്ങ് പുറകെ ഇരുന്ന് അറുകല തുള്ളുമ്പോൾ തുള്ളുക. അങ്ങ് നിന്നെ ഇവർ അംഗീകരിക്കുന്നില്ല. ഈ കിടന്നിങ്ങനെ. പക്ഷെ നിന്നെ അംഗീകരിക്കുന്നൊരു ദൈവമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പകലോ മറ്റെത്തി അച്ചായൻ ഇരുട്ടത്ത് തപ്പി കിടക്കും. ഇരുത്തിയൊരു മൂളിച്ച വീട്ടുപേര് പകലോ മറ്റമാ. പക്ഷേ പുള്ളി പാറയിലെ തങ്ക അവിടെ നല്ല തങ്കയെ കണ്ടോണ്ട് പകലോ മറ്റം
തങ്കച്ചൻ പറയും ആര്യവർ രാജനോടൊപ്പമായി തങ്കപന്തിയിൽ മനസ്സിലാകുന്നുണ്ടോ വല്ലോ? ആര്യവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ പൊന്നേശുതമ്പൂരാൻ ചിന്തിയ രക്തത്തിൻ ഫലമം വിശുദ്ധ കൂട്ടരത്രേ പൊന്നേശുതമ്പൂരാൻ ചിന്തിയ രക്തത്തിൻ ഫലമം വിശുദ്ധ കൂട്ടമത്തെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ബഹുമാനിക്കാത്തവരെ എല്ലാം ദൈവം ബഹുമാനിക്കുമെന്ന്. നമ്മൾ പണം നോക്കി, പ്രതാപം നോക്കി, കുടുംബശ്രേഷ്ഠത നോക്കി, കഴിവ് നോക്കി, അവൻ പടകം നോക്കി, പഠിപ്പ് നോക്കി ഒക്കെ അവൻ തരംതിരിക്കുമ്പോൾ ഇതൊന്നും നോക്കാതെ കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി, കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഓടിച്ചു മുമ്പോട്ട് പോക, നന്നായിട്ട് വിവേചിക്കും. 7 ആത്മാവുള്ളവനാണ് ചെയ്യുന്നത്. ജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും സുബോധത്തിന്റെ ശക്തിയുടെയും പരിജ്ഞാനത്തിന്റെ ഒക്കെ. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 11:3 അല്ലയോ? യെശയ്യാപ്രവചനം 11:3 6 കാര്യം അവിടെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തി. വായിര്, അറിവുള്ള വാക്യമാണെങ്കിലും വായിച്ചോ. അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. ശ്രദ്ധിച്ചേ, ഈ ആത്മാവിനാൽ ഉള്ളവനാ നിന്നോട് ദൂത് പറയുന്നത്. ഇനി എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിനക്ക് ജ്ഞാനം കുറവാണെങ്കിൽ, ബലം കുറവാണെങ്കിൽ, പരിജ്ഞാനം കുറവാണെങ്കിൽ ഈ ആത്മനിറവിനെ നീ പ്രാപിക്ക്. നിനക്ക് ജ്ഞാനവും ലഭിക്കും, പരിജ്ഞാനം ഉണ്ടാകും, വിവേകം ഉണ്ടാകും, ബലവും ഉണ്ടാകും. നീ ക്ഷീണിച്ചായിരിക്കും ഇന്ന് രാത്രി യോഗത്തിന് വന്നത്. ഈ ആത്മശക്തി നീ അങ്ങോട്ട് നിറഞ്ഞ് നിന്റെ ക്ഷീണം മാറ്റി, തളർച്ച മാറ്റി, ഇന്ന് രാത്രി കുതിരപ്പട പോകും പോലെ നിന്നെ തിരിച്ചയക്കുവാൻ കഴിവുള്ളവനാ ദൈവം. രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കി തീർത്ത് ഇന്ന് രാത്രി നിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങളെ അടിച്ചു മാറ്റി നിന്നെ വിടുവിക്കുന്ന സൗഖ്യമാക്കുന്നവൻ ഈ രാത്രി ഈ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പിടരാ നിനക്ക് സൗഖ്യം. ഇന്ന് രാത്രി രോഗപീഠയോടെ, മനോവേദനയോടെ, ദുഃഖത്തോടെ കടന്നു വന്ന ആരെങ്കിലും ഈ ഗ്രൗണ്ടിൽ അവൻ എടുക്കാത്ത റോയിച്ചന്റെ ഈ പുറകിടത്തിൽ ഇന്ന് രാത്രി ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ നിന്നെ അവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ച് ഇത് ബലത്തിന്റെ, ജ്ഞാനത്തിന്റെ, സുബോധത്തിന്റെ, ശക്തിയുടെ, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യോ, എനിക്ക് പരിജ്ഞാനമില്ല, ബലമില്ല, സുബോധം, അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഈ ആത്മാവിനെ നീ പ്രാപിക്ക്. ഈ ആത്മാവിനെ നീ അമച്ചാര്. ഇന്ന് രാത്രി നിന്റെ ക്ഷീണങ്ങളും കെടുതികളും മാറ്റി നിന്നെ നേർനിലത്തൂടെ നടത്തുമെന്നായി പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഒന്ന് പരിചയപ്പെടുത്തിയത് ഇങ്ങനെ പരിചയപ്പെടുത്തി. ഇനി അഭിനന്ദനം 3:4 വായിച്ചു. അഭിനന്ദിക്കണമല്ലോ. അഭിനന്ദിക്കേണ്ട കാര്യം എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേരുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ. ചില ആൾക്കാർ പറയാ പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരെന്ന്. അല്ലടാ, ഇതിനകത്ത് ജീവിക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. പിന്നെ അടുത്ത കാലത്ത് ചില കള്ളന്മാര് പെന്തിക്കോസ് വന്നിട്ടുണ്ട്. പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരല്ല. വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, വിശുദ്ധിയോടെ, പ്രമാണത്തിന് വേണ്ടി കഷ്ടനഷ്ടങ്ങളും പോരാട്ടങ്ങളും നിന്ദകളും അപമാനങ്ങളും ആക്ഷേപങ്ങളും സഹിച്ച് ഈ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ നിന്ന് മാതാക്കൾ ഇതിനകത്തിരിപ്പുണ്ട്, പിതാക്കന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. അത് ചിറ്റാറിലുമുണ്ട്, മീൻകുടിയിലുമുണ്ട്, വയ്യാറ്റുപുഴയിലുമുണ്ട്, മുണ്ടമ്പാറയിലുമുണ്ട്, ആങ്ങമുടിയിലുമുണ്ട്, തിരുവല്ലായിലും എന്ന് വേണ്ട സകലയിടത്തും കാവാലത്തുമുണ്ട്. അവൻ കുറച്ചു പേരുണ്ട്. അത് അമേരിക്കയിലുമുണ്ട്. ചില പറയും അമേരിക്കക്കാരല്ല, മോശക്കാരാണ്. പിന്നെ നിന്നോട് ആര് പറഞ്ഞു? നിന്നോട് ഏത് കോമച്ചാരാ ഇത് പറഞ്ഞേ? ഇവിടെ അമേരിക്കയിലും വിശ്വസ്തയോടും വിശുദ്ധിയോടും പരമാർത്ഥതയോടും ജീവിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. ഗൾഫ് രാജ്യത്തുമുണ്ട്, കാനഡയിലുമുണ്ട്, ഓസ്ട്രേലിയയിലുമുണ്ട്, UK-യിലും അയർലൻഡിലും ഒക്കെ ഉണ്ടെന്ന്. ഇവിടെ ഇല്ലേ ജീവിക്കുന്നവനും കുഴ തെറ്റിയവനും മിണ്ടുന്നില്ല. എവിടാ ഇല്ലാത്ത? ഏലിയാ പറഞ്ഞു ഞാനൊരുത്തനുള്ളത്. പൊട്ടത്തരം പറയാതരാ, നീ അറിയാത്ത. നമ്മൾ ഈ കുളത്തിനകത്ത് കിടക്കുന്നതുകൊണ്ട് കുളം തന്നെയാണ്. പൊട്ടക്കുളത്തിൽ പുളകൻ ഫണീന്ദ്രൻ. പൊട്ടക്കുളത്തിൽ പുളകൻ ഫണീന്ദ്രൻ, തട്ടിന്മേൽ എലി മൃഗാതിരാജൻ.
കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ. പൊട്ടക്കുളത്തിൽ പുളകൻ തന്നെ അവിടുത്തെ നല്ല പാമ്പുമല്ലോ പൊട്ടക്കുളത്തിൽ കിടക്കുമോ? അപ്പൊ അവിടെ നീർക്കോലിയും പുളവനും കട്ടപ്പുളകനും ഒക്കെ. അപ്പം പുളകൻ തന്നെ അവിടുത്തെ പണിയന്ത്രൻ. അവൻ ഇടയ്ക്കിടെ ചില സഭയിലൊക്കെ ചില പുളവന്മാരുണ്ട്, സാക്ഷിക്ക് എഴുന്നേൽക്കുമ്പോൾ അവൻ നല്ല പാമ്പിനെ ഇതുവരെ. ഒട്ടക്കുളത്തിൽ തട്ടിന്മേൽ എലി മൃഗാതിരാജൻ. തട്ടിലെ രാജാവ് എലിയ. അവിടെ വേറെ ആര് കയറാനാ? പാറ്റയും ചെള്ളും പല്ലി. അപ്പൊ അവിടെ എലി തന്നെയാണ്. അവൻ ഞായറാഴ്ച തട്ടിന്മേൽ എലി മൃഗാതിരാജൻ. വാക്ക് ഞാൻ ചൊല്ലുന്നില്ല. നമ്മൾ അറിയാത്ത എത്ര എണ്ണമുണ്ട്. ജീവിക്കുന്ന ദൈവമക്കൾ നിരവധിയുണ്ട്. പോരാട്ടങ്ങൾ സഹിച്ച നൂറുകണക്കിന് ആൾക്കാരുണ്ട്. സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാവരും മോശക്കാരല്ല, എല്ലാവരും കൊള്ളുകയില്ലാത്തവരുമല്ല. പണ്ടൊരു വിവാദ വിഷയം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി ഒരു സംസാരം നടത്തി. ഞാനിപ്പോഴും അത് ഓർക്കുന്നു. അദ്ദേഹം മറന്നോ, മാധ്യമങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്വാമിമാരെല്ലാം കള്ളന്മാരാന്ന് ഒരിക്കൽ പരാമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമിമാരെല്ലാവരും ഒന്നും കള്ളന്മാരല്ല. പക്ഷെ അടുത്ത കാലത്ത് കുറെ കള്ളന്മാര് സ്വാമിമാര് ആയിട്ടുണ്ട്. സന്തോഷ് മാധവൻ അടക്കമുള്ളവർ അറിയാമല്ലോ. പാസ്റ്റർമാരെല്ലാം കള്ളന്മാരല്ല. എന്നാൽ ചില കള്ളന്മാർ അടുത്ത കാലത്ത് ജീവിക്കുന്ന ദൈവമക്കളുണ്ടെന്ന്. അച്ഛന്മാരെല്ലാം കള്ളന്മാരല്ല. എന്നാൽ ചില കള്ളന്മാർ അച്ഛന്മാരായിട്ടും ഉണ്ട്. എല്ലാ മേഖലയിലും ഉണ്ടെന്ന്. അതാ ഇവിടെ ഉടുപ്പും മലിനമാകാത്ത, വായിച്ചേ 3:4 അഭിനന്ദനം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. കുറച്ചു പേരുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ ദേശത്തുമുണ്ട്, എല്ലാ ഇടങ്ങളിലും കുറച്ചു പേരുണ്ട് കേട്ടോ. അല്ല, അവരുള്ളത് കൊണ്ടായിരിക്കും നിൽക്കുന്നേ. ആരും അറിയാത്ത പേരും പ്രശസ്തിയില്ലാത്ത, നോട്ടീസിൽ പേര് വരാത്ത, ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒന്നും പേര് അറിയാത്ത, പറയാത്ത, അതെ അറിയാത്ത അനേക പിതാക്കന്മാരും മാതാക്കളും ആരും അറിയണ്ടെന്നൊക്കെ തന്നെ ചിന്തിച്ച് അവിടെവിടങ്ങളിൽ ഇരുന്ന് ഞരങ്ങുന്ന കുറച്ചു പേരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ നിന്നെ അറിയുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ, നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേരുണ്ട്. അതാ അഭിനന്ദനം. ദൈവത്തിന് സ്തോത്രം. ആക്ഷേപം എന്തുവാ? 1-2 വാക്യം വായിച്ച് ആക്ഷേപം വേഗത്തിൽ നിർത്താം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിന്റെ ആക്ഷേപം പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ പേരേ ഉള്ളൂ. നീ ബോർഡ് വെച്ചിരിക്കുന്നതല്ലാതെ ബോർഡ് പറയുന്ന കാര്യം അകത്തില്ല. ഇല്ല. പെന്തക്കോസ്ത് ബോർഡ് നല്ലതാ. ഇപ്പൊ ലൈറ്റും ഒക്കെ ഇണക്കിയിട്ടുണ്ട്. വഴിയാ പോകുന്നവർക്കും ഡിജിറ്റൽ അല്ലേ? അതാ ചുമന്നത്. ഞായറാഴ്ച എന്നാ മിക്കതും ഇരുന്ന് ഉറങ്ങുക. അതാണോ പെന്തക്കോസ്ത്? പാട്ട് പാടുമ്പോ ഇരിക്കുക. ബോർഡ് എന്നാ? പേരേ ഉള്ളു. നെയ്യപ്പം എന്ന് പേരേ ഉള്ളു. നെയ്യ് വല്ലതും ചേർക്കുന്നുണ്ടോ അമ്മേ? പേരിപ്പള്ളും നെയ്യപ്പം എന്നാ. ആ തൊടുപുഴയ്ക്കപ്പുറം കണ്ട ഒരു പാലാറ്, ഒരു തുള്ളി പാല് പോലും പേരിപ്പളും പേരേ ഉള്ളു. ശാന്തമ്മ എന്നാ പേര്. ഒറ്റയടിക്ക് ഭർത്താവിന്റെ തല തൊട്ടിച്ചു. 12 സ്റ്റിച്ച്. പേരെങ്ങനെ? കപ്പ ഇളക്കുന്ന തുടുപ്പിന് ഒറ്റയടി 12 സ്റ്റിച്ച്. പേരെന്നെ? കമലാക്ഷി. തെങ്ങ നോക്കിയാ മാവേല. പേരെന്നെ? പേരേ ഉള്ളൂ. എല്ലാം ഞാൻ പറയുന്നില്ല. ദൈവത്തിന് മകത്വം. പേരെന്തുവാ? പേര് പോള്. ഇന്ന് വരെ നീ ഒരു ലേഖനം വായിച്ചു തീർത്തിട്ടുണ്ടോ? പേര് ഞാൻ വിവരിക്കുന്നില്ല. പേരേ ഉള്ളൂ, ബോർഡേ ഉള്ളൂ, പേരേ ഉള്ളൂ. അതാ ആക്ഷേപം. ഒന്നുകൂടെ വായിച്ചോ ദൈവദാസി.
മർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. അല്ലെന്ന് ആ പേരേ ഉള്ളത്, അത് മതി. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേര്. നിനക്ക് പേരേ ഉള്ളു, പെന്തിക്കോസ് എന്ന് പേരേ ഉള്ളു. നിനക്ക് പെന്തിക്കോസിന്റെ അനുഭവം ഉണ്ടോ? ഇല്ല. ഇപ്പോഴും നിനക്ക് ഇത് വിശ്വാസമില്ലല്ലോ. ഇതിനകത്ത് വന്നിരിക്കുന്നല്ലേ ഉള്ളൂ. പിന്നെ എവിടെയാലും ഒന്ന് പോണം. ചെല്ലു പറഞ്ഞ് ഞങ്ങളുടെ അപ്പച്ചൻ തുടങ്ങിയതാണ്. അപ്പച്ചൻ തുടങ്ങിയ, അതുകൊണ്ട് നീ ഇതിനകത്ത് വന്ന് കുത്തിയിരിക്കുക. അല്ല, നിനക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും. അപ്പച്ചൻ തുടങ്ങിയതാണ്. ജോർജ് കുട്ടി, നീ അപ്പച്ചന്റെ ഗൗരവത്തിലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല കേട്ടോ. പേരേ ഉള്ളു, പേര്. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ. പക്ഷെ ഇന്ന് രാത്രി നീ യേശുവിന്റെ അടുക്കവാ, നിനക്ക് ജീവൻ കിട്ടും. അപ്പനതല്ലേ പറഞ്ഞേ, എന്തുവാടാ നോക്കി നിൽക്കുന്നത്? അടുപ്പിച്ച കാളെ പിടിച്ചിറക്ക്, തുണി കൊണ്ടുപോവാ, മോതിരം കൊണ്ടുപോവാ, ചെരുപ്പ് കൊണ്ടുപോവാ. ഇവൻ മരിച്ചവനായിരുന്നെന്ന്, പക്ഷേ ഇവൻ മടങ്ങി വന്നു. ഇവൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇവൻ ഇന്ന് മടങ്ങി വന്നിരിക്കുക. ഇവന് ജീവൻ കിട്ടിയിരിക്കുക. ഇന്ന് രാത്രി ആ പേര് മാത്രം പോരാ, മരിച്ചെന്ന് ഇന്ന് രാത്രി മടങ്ങി വാ. പന്നികൾ തിന്നുന്ന തവിടും പൂജേച്ച നിന്യമകാലങ്ങൾ മറന്നു പോയി സാധു. പന്നികൾ തിന്നുന്ന തവിട് പൂജേച്ച നിന്യമകാലങ്ങൾ മറന്നു പോയി സാധു. മന്നവനെ തിരുമേശയിൽ നിന്നു സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു നിന്നു. മന്നവനെ തിരുമേശയിൽ സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു നിന്നു. കാരുണ്യ പൂരാ കടലേ കടലലയുക ദിനമന്നു. കാരുണ്യ പൂരാ കടലേ കടലലയുക ദിനമന്നു. കാരുണ്യ പൂരാ കടലേ അന്നികതിന്നുന്ന തവിട് മുനീജ നിന്യമകാലങ്ങൾ മറന്നു പസാധു. അന്നികതിന്നുന്ന തവിട് മുനീജ നിന്യമകാലങ്ങൾ മറന്നു പസാധു. മന്നവനെ തിരുമേശയിൽ നിന്നു സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു നിന്നു. മന്നവനെ തിരുമേശയിൽ നിന്നു സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു നിന്നു. കാരുണ്യ പൂരാ കടലേ കടലലയുക ദിനമന്നു. കാരുണ്യ പൂരാ കടലേ കടലലയുക ദിനമന്നു. കാരുണ്യ പൂരാ കടലേ. ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാ. പിന്നെ ആശവനാ. ഒന്ന് ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ. പെന്തിക്കോസ് എന്ന് പേരേ ഉള്ളൂ. പെന്തിക്കോസ് അനുഭവം ഒന്നും പലർക്കും ഇല്ല. പിന്നെ എന്തുവാ? മരിച്ചവനാ. പിന്നെ ഉണർന്നുകൊള്ളുക, പ്രവൃത്തി പൂർണ്ണതയായിട്ട് കണ്ടില്ലെന്നാ. സ്തോത്രം. ഇതാണ് ആക്ഷേപം. ഒരു മുന്നറിയിപ്പൂടെ പറഞ്ഞ പാകം നിർത്താം. മുന്നറിയിപ്പൂടെ പറഞ്ഞു നിർത്താം. എന്തുവാ മുന്നറിയിപ്പ്? 3:3 വായിച്ചേ. മുന്നറിയിപ്പ് അതുകൂടെ അതിൽ കേൾക്കണം. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടണം. പിന്നെ അടുത്ത വാക്യം, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഇതാ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, ഈ വിധത്തിൽ നീ പോയാൽ ഞാൻ വരും. നീ കൈവിടപ്പെട്ടു പോകും. ഒരു കുഞ്ഞുങ്ങളും കൈവിടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യേശു വരാറായി. യേശുവിന്റെ വരവിൽ പോകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യരോട് കുറ്റമറ്റ മനസാക്ഷിയോട് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ഓരോ നേരവും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അങ്ങനെയുള്ളവരോട് 3 കാര്യമാ പ്രബോധിപ്പിച്ചത്. വായിക്കാനൊന്നും പറയാനും നേരമില്ല. കർത്താവിന് മകത്ത് 1 ഓർക്കണം, 2 കാക്കണം, 3 മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞ് 1 ഓർക്കണം. ഞാൻ കൃത്യം 10 മണിക്ക് നിർത്തി. എന്നോട് 10 പറഞ്ഞത് കൊണ്ടാ അങ്ങനല്ലേ പറഞ്ഞേ? അതോ നിങ്ങൾ തമ്മിലൊരു ധാരണയില്ലായിരുന്നോ? മുഖം കണ്ടിട്ട് പുള്ളി എന്തിനാ കയറി 10 പറഞ്ഞ്? ഞാൻ 9:30 ചിന്തിച്ചേ. ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു 10 ധാരണ. ആന്നേ ആട്ടെ, 10 ആകുമ്പോൾ നിർത്താം. എന്നോട് പറഞ്ഞതുപോലെ അല്ല, പുള്ളി സങ്കടപ്പെട്ടിരിക്കുന്നു, പുള്ളി അവിടെ നിന്ന് എടുത്തു എന്ന് പറയും.
ഞാനിതിനിടെ കിടന്ന് കുഴയുന്നു. അതുകൊണ്ടാണ് നാട്ടുകാരെന്നെ പ്രാകും. അല്ലെങ്കിൽ ഈ കാലൻ ഇങ്ങനാന്ന് പറയും. അയാള് സമയത്തും കാലത്തും ഒന്നും 10 പറഞ്ഞത് കൊണ്ടാ. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ഏത് നാഴികയ്ക്കും വരും, യേശു വരും. അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കണം. എന്തോ ഓർക്കണം എന്ന് പറഞ്ഞാൽ പഴയ കാര്യമൊക്കെ ഒന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ നിന്നെ നടത്തിയ വിധം, ഏതവസ്ഥയിൽ നിന്നാണ് നീ ഇന്നിങ്ങനെ ആയിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ഓർക്കണ്ടേ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നീ ഭാരപ്പെട്ടില്ലേ? ഒരു നേരം വയറ് നിറച്ച് കഴിക്കാനില്ലാതെ ഭാരപ്പെട്ടില്ലേ? ചോറ് നൊലിച്ച വീട്ടിലല്ലയോ പണ്ട് കിടന്നത്? ഇവിടുത്തെ അറിയത്തില്ല, ഇവിടെയൊക്കെ പുല്ല് മേഞ്ഞ വീടായിരിക്കും പണ്ട് കാലത്താന്ന് വെച്ചാ. ആ പുല്ല് മേഞ്ഞ വീട്ടിലൊക്കെ ഇപ്പൊ എത്ര നല്ല വീടുകളായി. അന്ന് വല്ലോ വണ്ടിയോ വള്ളമോ ഉണ്ടോ? എല്ലാവർക്കും ഇല്ല. ഞാനന്ന് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ജെയിംസിന്റെ വീട്ടിൽ വന്ന സീതത്തോട്ടിലിറങ്ങിട്ട് നടക്കുക, കയറ്റവാ, മുണ്ടമ്പാറ. അന്ന് റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല, ഉരുളങ്കല്ലും ഒക്കെയാ. അമ്മ ചോദിക്കുന്നത് മുണ്ടമ്പാറയിൽ പോയിട്ടുണ്ടോ എന്ന്. പിന്നെ എന്നെ ഇതുവരെ പിടികിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, ഞാന് അനുഭവങ്ങൾ അങ്ങ് പറയുക. പണ്ട് കാലത്ത് നിങ്ങളുടെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, പണ്ട് കാലത്ത് പൊത്താനൊക്കെ കൊണ്ടുവന്ന് മഴയാന്നെ ഊതിക്കത്തി ഊപ്പാട് വരിക. മുളയുടെ ചെറിയ എന്തോ കുടൽ, ഈറയുടെ കുടല് അല്ലേ? കാശുള്ളവർക്ക് ഇരുമ്പിൻ്റെതുണ്ട്, ചില പിടിപ്പുള്ളവർക്ക് ഇരുമ്പിൻ്റെത്, മറ്റവർക്ക് ഈറ. അത് അടുപ്പും മുട്ടി വെച്ച് പകുതി കരിയുകയും ചെയ്തു. പിന്നെ ഊപ്പാട് വന്നത് അള്ളയായിരിക്കുന്നത്. അല്ല, ഇതൊക്കെ ഓർക്കണ്ടേ? ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് വെടിവെക്കുക. വെടിവെച്ചപ്പോൾ കത്തി. കൂട്ടണേ കൂട്ടി, കുറയ്ക്കണേ. പണ്ട് കുറയ്ക്കണമെങ്കിൽ 2 വിറകമ്പെടുത്ത് മാറ്റണം. അങ്ങനെ അന്നത്തെ വിറകമ്പെടുത്ത് കൂട്ടണമെങ്കിൽ ഈ വശത്തൂടെയും കയറ്റും വിറക്, ആ വശത്തൂടെ കമന്ന് കിടന്ന് ഊതി ചാരവും പറന്ന് നിന്റെ മൂക്കിൽ കയറി പോക കണ്ണിലും കയറി അവസാനം പ്രാഗി മുടിഞ്ഞ വീട്ടിൽ വന്നതാ എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ. നിങ്ങൾ പറ, നീ ഊപ്പാട് വന്നപ്പോ പെങ്കൊച്ചുണ്ട് ഊതി കത്തിക്കടി. അവളോട് പറഞ്ഞു എന്നെ കൊണ്ടല്ല, കഞ്ഞി കുടിച്ചില്ലെന്നേ ഉള്ളു, എനിക്ക് നേരമില്ലെന്ന്. അങ്ങനെയൊക്കെ കുഴഞ്ഞ ആൾക്ക്. അല്ല, ഇതൊക്കെ ഒന്ന് ഓർക്കണ്ടേ? ഇപ്പൊ നീ ഒരു കട്ടനിടാൻ ടിഷ്യൂ ഒന്ന് വെടിവെക്കുമ്പോഴേ കത്തി എത്ര. ഇപ്പൊ അതും വേണ്ട, മറ്റേ ഇതിനകത്ത് വെള്ളം നിറച്ചേച്ച് ഇതുണ്ടല്ലോ അതിന്, എന്തുവാ അതിന് പറയുന്നത്, ഈ ഇഞ്ചക്ഷനും അതൊന്നുമല്ല, കെറ്റില് വെള്ളം അങ്ങോട്ട് വെച്ചേച്ച് സ്വിച്ച് ഇട്ട് കൊടുത്താൽ മതി, അതവിടെ കിടന്ന് ഇല്ലേ. അത് കുറ്റമെന്നല്ല, അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ മാറി. പക്ഷെ പഴയതൊന്ന് ഓർക്കണ്ടേ? ഓർക്കണം. നല്ലൊരു സാരി ഇല്ലാതെ ഭാരപ്പെട്ടവരുണ്ട് ഇതിനകത്ത്. മറ്റുള്ളവര് നല്ല സാരി കൊടുത്തുകൊണ്ട് മാസ്യോത്തിന് വന്നപ്പോൾ നീ നോക്കി കൊതിച്ചിട്ടില്ലേ? ഉണ്ട്. കൊതിക്കുക മാത്രമെന്നോ, ആത്മാവിലായ സമയത്ത് ഇടയ്ക്കൊന്ന് തിരുമിയും നോക്കി. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളവര് ലജ്ജിതരൊന്നും ആകണ്ട. ഒന്ന് കരം ഉയർത്തിക്കേ. ആരേലും ഉണ്ടോ? എത്ര കയ്യാ പൊങ്ങുന്നത്? ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല. സ്തോത്രം. നല്ല ഷർട്ടിടാൻ കൊതിച്ചിട്ടില്ലേ? നല്ല ചെരുപ്പിടാൻ നീ കൊതിച്ചിട്ടില്ലേ? സ്തോത്രം. വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ കൊള്ളാന്ന് കൂട്ടാൻ വിളവ് തന്നപ്പോ അമ്മയ്ക്കില്ല. പിന്നെ ചട്ടിക്കകത്തൊരു ചാറ്, പറ്റും അധികമില്ല. ആ പറ്റ് ചട്ടിക്കകത്തോട്ടിട്ട് കുട്ടനാടൻ ഭാഷ ഒന്ന് പെരകി ഇരുന്ന് കഴിക്കാനില്ല. രണ്ട് വാരിനേ ഉള്ളു. നിന്നോണ്ട് തന്നെ പാരകത്തെ വെച്ചേ ഇല്ലേമേ പറയമേ. ഇതൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പൊ ഫ്രിഡ്ജ് തുറന്ന ഉടനെ മുട്ട താഴെ വീട്, അത്ര സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ ഇപ്പൊ കഴിക്കാനും മേല. ചായ മുട്ട മോശം നാട് കണ്ട പോലെ മുട്ട കണ്ടേച്ചിരിക്കുക. ഇതൊക്കെ ഗതികേടുവായി ദൈവത്തിന് മകത്ത്. പക്ഷെ പഴയതൊന്നും നീ മറക്കരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പണ്ട് അതിഥികൾ വന്നപ്പോഴേ, പ്രാർത്ഥനക്കാരൊക്കെ വന്നപ്പോ കിടക്കാൻ ഇടവില്ലായിരുന്നല്ലോ. ഇടം ഉണ്ടായിരുന്നോ? അവസാനം നീയും പെമ്പളയും പോയി അടുക്കളയിലാ കിടന്നത്. അടുക്കളയുടെ അവിടെ ആകെ 2 മുറിയാ. ഒരു മുറിക്കകത്ത് 4 കൊച്ചുങ്ങളും വലിയ തള്ളയും തന്തയും. അതിഥികൾ അപ്പറേ. ചിലർ നല്ല നിലാമട്ട് വാന്നെ വെളിയിൽ കിടക്കും. ഇവിടെ അല്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ 10 പേര് ഒന്നിച്ചു വന്നാൽ കൊടുക്കാൻ പാത്രമില്ല വിളമ്പാൻ. അന്നേരം ഇല വെട്ടി അല്ലേ നല്ല തേക്കല
അല്ലെ പണ്ടൊക്കെ വട്ടയുടെ ഇല, അല്ലെ തേക്കല, അല്ലെ വാഴയുടെ ഇല. പറ നിങ്ങൾ പറ, അനുഭവിച്ചവരില്ലയോ ഇതിനകത്ത് ഇരിക്കുന്നേ? ഇപ്പൊ ഇരിപ്പ് കണ്ട സ്തോത്രം ഏതാ, എലിസബത്തിന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞായിരിക്കുന്നേ. ലണ്ടനിലെ എലിസബത്ത് രാജ്ഞി എന്റെ ചേട്ടത്തിയാ. ഞാൻ പിന്നെ യോധനിഞ്ഞോട്ടൊന്ന് വന്നേ. എന്തോ ഒരു അഹങ്കാരമാണ്. പഴയതൊന്നും നീ മറക്കരുത് കേട്ടോ. ഓർത്തോർത്ത് ദൈവത്തിന്റെ ഒരു വാക്യം ഒന്ന് വായിച്ചേ, മറക്കരുതെന്ന്. നിങ്ങളാണ്ട് ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 5 മുതലൊന്ന് വായിച്ചേ. അത് ആവർത്തന പുസ്തകത്തിൽ അതാണല്ലോ 26-ന്റെ പാസ്റ്റർ പോവുകയാണോ? വായിച്ചോ. ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ പുള്ളി ഓടിയതാ. ആവർത്തനം നമ്മുടെ ആളാ, അതുകൊണ്ടാ. ആവർത്തനം 26-ന്റെ 5 വായിര്. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ, എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. നീ ഓർക്കണം കേട്ടോ, നിന്റെ പിതാവ് ആരായിരുന്നെന്ന്. എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. ചുരുക്കം പേരോടുകൂടി അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങി പരദേശിയായിട്ട് പാർത്തു. അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു. കണ്ടോ? അപ്പൊ നിന്റെ മുൻകാലമൊക്കെ നീ ഒന്ന് ഓർക്കണം. നീ ആരായിരുന്നെന്നും പിതാവ് ആരായിരുന്നെന്നും എങ്ങനെയായിരുന്നു ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഞാൻ എന്റെ വാക്ക് നിർത്തുക. ദൈവത്തിന്റെ മഹത്വം തന്റെ 10 ആകാൻ 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് മുമ്പ് പ്രസംഗം അങ്ങ് നിർത്തുക. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പണ്ടത്തൊന്നും മറക്കരുത്, ഓർക്കണം. 2 കാക്കണം. എന്തോ കാക്കണം? ഈ വിശ്വാസ പ്രമാണം കാക്കണം. ജീവൻ പോകേണ്ടി വന്നാലും പിന്മാറരുത്. ആക്ഷേപം വരും, നിന്ന വരും, അപമാനം വരും, ഒറ്റപ്പെടലുകൾ വരും. പക്ഷെ പിന്മാറരുത്. അവൻ വിശ്വാസം കാക്കണം. അതിന്റെ കാര്യം എന്നാന്നറിയാമോ? യേശു വരാറായി. ഏത് നാഴികയ്ക്കാ വരുന്നെന്നറിയത്തില്ല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് പാപം കൂടാതെ യേശു രണ്ടാമത് പ്രത്യക്ഷപ്പെടും. പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ.